ജസ്റ്റ് ഒപ്പിട്ട് കൊടുത്തേക്കുക. അതിൻ്റെ പേരിൽ അങ്ങനെ ഒപ്പിട്ട് കൊടുത്തു എന്ന് വിചാരിച്ചുകൊണ്ടൊന്നും നമുക്ക് നീറ്റിനെ ബാധിക്കില്ല, ഉറപ്പാണ്. എളുപ്പമാണോ എന്നൊരാകാംക്ഷയുണ്ടല്ലോ, അത് ചെയ്യരുത്. നമ്മൾ ആദ്യം ഏതാണോ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്, ബയോളജി ആണെങ്കിൽ ബയോളജി, എനിക്ക് തോന്നുന്നു ബയോളജി ആയിരിക്കും ആദ്യം തുടങ്ങുന്നത് നല്ലത്. ബയോളജി ആണെങ്കിൽ അതിൻ്റെ ആദ്യത്തെ ചോദ്യത്തിലോട്ട് തന്നെ നമ്മൾ എത്തുകയാണ് ചെയ്യേണ്ടത്. ഒതുങ്ങിക്കൂടരുത് ഒരു കാരണവശാലും. നിങ്ങളുടെ ഇരുണ്ട മുറികളിലേക്കും നിങ്ങളുടെ പഠന മുറികളിലേക്കും നിങ്ങൾ മാറിപ്പോകരുത്. നിങ്ങളുടെ വീടിൻ്റെ ഏറ്റവും ഓപ്പണായിട്ടുള്ള ഏരിയകളിൽ തന്നെ നിങ്ങളുടെ ഫോർമുലകളിലൂടെയും നിങ്ങൾ ചെയ്ത ക്വസ്റ്റ്യനുകളിലൂടെയും ഒക്കെ തന്നെ കടന്നു പോവുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ നെഗറ്റീവിനെ പേടിക്കുകയോ മറ്റൊരു രീതിയിൽ നമുക്ക് ഇത് കറക്റ്റ് സ്കോറിങ്ങിനെ കുറിച്ച് ചിന്തിക്കരുത്. പക്ഷേ അറിയില്ല എങ്കിൽ, 50% പോലും അറിയില്ല എങ്കിൽ ദയവായിട്ട് കറക്കി കുത്തുകയും ചെയ്യരുത്. സെപ്റ്റംബർ 30-നെങ്കിലും 2023 സെപ്റ്റംബർ 30-നെങ്കിലും ഈ ESI മെമ്പർ ആണെങ്കിൽ അവരുടെ മക്കൾക്കുള്ളതാണ് ഈ 466 35% സീറ്റുകൾ. 24,000 രൂപ വാർഷിക ഫീസുള്ളൂ. ശിവൻ സാറിനൊപ്പം വന്ന പ്രോഗ്രാമിൻ്റെ 93ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം ശിവൻ. നമസ്തേ. ശിവൻ സാർ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരാഴ്ചയും കൂടെ, കൃത്യമായി പറഞ്ഞ ഒരാഴ്ചയും കൂടെ നമ്മുടെ വിദ്യാർത്ഥികളുടെ മുമ്പിലുണ്ട്. തീർച്ചയായിട്ടും അടുത്ത ഞായറാഴ്ച അവർ നീറ്റ് എക്സാം ഹാളിലായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. അടുത്ത ഒപ്പം നമ്മൾ ചെയ്യുമ്പോൾ ആ സെഷൻ റെക്കോർഡ് ചെയ്യുമ്പോഴും അത് സംപ്രേഷണം ചെയ്യുമ്പോഴും, റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികൾ എക്സാം ഹാളിലായിരിക്കും, അത് സംപ്രേഷണം ചെയ്യുന്ന സമയത്ത് നീറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കും നീറ്റ് 2024 എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഉൾക്കൊള്ളുവാൻ എല്ലാവരും തയ്യാറാവണം അല്ലേ? തീർച്ചയായിട്ടും. കാരണം നമുക്കറിയാം, നമുക്ക് എത്രത്തോളം വർഷങ്ങളായിട്ടുള്ളൊരു കഠിന പ്രയത്നം, ഒരു സ്വപ്നം, അതിൻ്റെ പുറമേ ഉള്ളൊരു യാത്രയായിരുന്നു. എൻ്റെയർ കുട്ടികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ, എൻ്റെയർ ബ്രില്യൻ ടീം നീറ്റ് 2024 ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളൊരു യാത്രയായിരുന്നു. ധാരാളം അലയൊലികൾ അല്ലേ, കടൽക്ഷോഭങ്ങൾ, അല്ലെങ്കിൽ ധാരാളം മാർക്കുകളെക്കുറിച്ചുള്ള വേവലാതികൾ, കൂടുതൽ സബ്ജക്റ്റ് പഠിക്കുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അങ്ങനെ നമുക്ക് കടന്നു പോകേണ്ട ദുർഘടമായ അവസ്ഥ ധാരാളം ഉണ്ടായിരുന്നു അല്ലേ? മാർക്കുകളുടെ ഏറ്റക്കുറച്ചിലുകളും സബ്ജക്റ്റുകളുടെ കാഠിന്യവും ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മളുടെ കടൽ, നമ്മളുടെ മനസ്സ് ഒക്കെ ശാന്തമാവണം അല്ലേ? ഏറ്റവും നന്നായിട്ട് മെയ് 5-ാം തീയതി നമ്മൾ ആർജിച്ചിരിക്കുന്ന കഴിവിനനുസരിച്ച് നമുക്കത് പെർഫോം ചെയ്യണമെങ്കിൽ ഏറ്റവും ശാന്തമായി നമ്മളുടെ മനസ്സ് ഉണ്ടായിരിക്കണം. അത് 5-ാം തീയതി ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാവുകയില്ല. ഇനിയുള്ള 5 ദിവസം അല്ലെങ്കിൽ 6 ദിവസം നാം ആ ശാന്തതയോടുകൂടി എല്ലാ കാര്യങ്ങളെയും നോക്കിക്കാണാൻ സാധിച്ചാൽ ഏറ്റവും നന്നായി, ഏറ്റവും പ്ലസൻ്റായി നമുക്ക് എക്സാം ഹാളിൽ പ്രവേശിക്കാൻ സാധിക്കണം. നമ്മുടെ കുട്ടികളെ നമ്മളും പേരൻസും അധ്യാപകരും ഒക്കെ ഏറ്റവും ശാന്തമായി തന്നെ ആയിരിക്കണം അവരോട് പെരുമാറേണ്ടതും അവരെ എക്സാം ഹാളിലേക്ക് കയറ്റി വിടേണ്ടതും. നമുക്കിപ്പോൾ കമൻറ്റ് ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ജെയ്മെയിൻ എത്രയോ കുട്ടികൾ എഴുതുന്നു. അതിനൊന്നും ഈ ഒരു ആങ്സൈറ്റിയെക്കുറിച്ച് അത്ര വേവലാതികളില്ലല്ലോ. പക്ഷേ നീറ്റിന് എന്തേ ഇങ്ങനെയൊരു സംഭവം, അല്ലെങ്കിൽ അത് കോച്ചിങ് സെൻറ്ററുകളുടെയൊക്കെ ഇത്രയധികം ഒരു താല്പര്യമാണോ എന്നൊക്കെ പലരും കമൻറ്റ് പറയുന്നതായിട്ട് കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ നീറ്റിന് എന്താണ് യഥാർത്ഥത്തിൽ നീറ്റ് എന്ന് പറയുന്നത് നമുക്കൊന്ന് നോക്കിക്കണ്ടു കഴിഞ്ഞാൽ, ഒന്ന് ഈ ഒരു പ്രോഗ്രാമിൻ്റെ, MBBS എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൻ്റെ സവിശേഷത, ഡോക്ടർ എന്ന സർനെയിം നമ്മളുടെ പേരിനോട് ചേർത്തുകൊണ്ട് നാം കുട്ടിക്കാലത്ത് തന്നെ എപ്പോഴൊക്കെയോ നമ്മുടെ ബുക്കുകളിലും സ്ലേറ്റുകളിലും മനസ്സിലെവിടെയൊക്കെയോ കോറിയിട്ടിരുന്ന ഒരു പേര്, മനുഷ്യൻ്റെ വേദനകളെ മനസ്സിലാക്കുവാനും അതിലോട്ട് അലിഞ്ഞു ചേരാനും താൻ തന്നെ ഒരു താതാത്മ്യം പ്രാപിക്കാനും ഒക്കെയുള്ള ഏറ്റവും വലിയൊരു മേഖല, ഏറ്റവും അധികം വിവിധ കോഴ്സുകളിലോട്ടുള്ള പ്രവേശന സാധ്യതകൾ, ഇന്ന് ഇന്ത്യയിലുള്ള വിവിധ പ്രോഗ്രാമുകൾ, 1000-ൽ പരം ഡിഗ്രി പ്രോഗ്രാമുകൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. അതിൽ ഒന്നുകിൽ 1-ാം സ്ഥാനം, അല്ലെങ്കിൽ 1-ാം സ്ഥാനത്തിനോട് കിടപിടിക്കുന്ന തൊട്ടടുത്തുള്ളൊരു സ്ഥാനമാണ് ഈ ഒരു പ്രോഗ്രാമിനുള്ളത്. പരീക്ഷ എഴുതുന്നത് 23.5 ലക്ഷത്തിൽ പേര്. ആ 23 ലക്ഷം ആൾക്കാരുടെയും ഒരേ ഒരു ആഗ്രഹം ഗവൺമെൻറ് മേഖലയിലുള്ള MBBS. മറ്റേത് മേഖലകളാണെങ്കിലും, എൻജിനീയറിംഗ് പ്രവേശന പരീക്ഷകളാണെങ്കിൽ കോളേജുകൾ പ്രവേശനം നേടേണ്ടതിനേക്കാളും കൂടുതൽ കോളേജുകളും കോഴ്സുകളും. പക്ഷേ ഇവിടെ എല്ലാവരുടെയും ശ്രദ്ധ, ഫോക്കസ് ഒന്നിലോട്ട് കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് തന്നെയാണ് നാം ഈ എക്സാമിന് ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുന്നത്. ലോകത്തിൽ ഒരു ദിവസം ഏറ്റവും കൂടുതൽ കുട്ടികൾ ഒരുമിച്ച് എഴുതുന്ന ഒരു ഓഫ്ലൈൻ എക്സാമാണ് നീറ്റ് 2024. അപ്പോൾ തീർച്ചയായും അതിന് നമ്മൾ പരിശീലിക്കേണ്ടത്, എത്രത്തോളം നന്നായിട്ട് പരിശീലിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു ദിവസം നന്നായിട്ട് പെർഫോം ചെയ്യേണ്ടതിൻ്റെ, ഈവൻ ഒളിമ്പിക്സ് ആണെങ്കിലും ഇൻ്റർനാഷണലുള്ള ഏത് മത്സരങ്ങളാണെങ്കിലും സ്റ്റേറ്റ് ലെവലാണെങ്കിലും നാഷണൽ ലെവലൊക്കെ ആണെങ്കിലും നാം എത്രത്തോളം പരിശീലിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ കളിക്കളത്തിൽ ഇറങ്ങി കളിക്കുമ്പം
അവിടെ നാം ആ സമയത്തിനനുസരിച്ച് പെരുമാറുകയും കളിക്കുകയും ചെയ്യേണ്ട ഒരു ആവശ്യകത കൂടിയുണ്ട്. അതുതന്നെയാണ് നീറ്റ് 2024 ഏറ്റവും വലിയ സാധ്യതകളും. നമുക്ക് ഇന്നലകളിൽ എത്ര മാർക്കായിരുന്നു, നമുക്ക് ഏതൊക്കെ രീതികളിലൂടെ പഠിച്ചു, ഏത് സ്ട്രീമുകളിൽ പഠിച്ചു, എങ്ങനെയൊക്കെ പഠിച്ചു എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് അന്നത്തെ ഒരു ദിവസത്തിൻ്റെ പെർഫോമൻസും ഒരു പക്ഷേ നമ്മുടെ നീറ്റ് 2024 സാധ്യതകളെ ഏറ്റവും കൂടുതൽ വിജയത്തിലേക്ക് എത്തിച്ചേക്കാം. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഏറ്റവും നന്നായി, ഏറ്റവും സന്തോഷത്തോടു കൂടി, ഏറ്റവും ശാന്തമായി നമുക്ക് എക്സാം ഹാളിലേക്ക് കടന്നു ചെല്ലേണ്ടതും. സർ, അതുപോലൊക്കെ തന്നെ കുട്ടികളെല്ലാം ഈ ഒരു വാരം ഏറ്റവും കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് ഈ അഡ്മിറ്റ് കാർഡ്. തീർച്ചയായിട്ടും. അപ്പോൾ അതിനെക്കുറിച്ച് എന്തൊക്കെ വിവരങ്ങൾ നമുക്ക് നൽകാം? നമുക്ക് ഇന്ന് നമുക്ക് 28-ാം തീയതിയാണ്. നാളെ 29, ഒന്നെങ്കിൽ ഇന്ന് രാത്രി അല്ലെങ്കിൽ 29-ാം തീയതി നമുക്ക് നീറ്റിൻ്റെ അഡ്മിറ്റ് കാർഡ് എല്ലാവർക്കും വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. അത് ഇമെയിലല്ല വരുന്നത്. ഇപ്പം എക്സാം സിറ്റി ഇൻറ്റിമേഷൻ കിട്ടിയതുപോലെ തന്നെ അത് ലോഗിൻ പേജിലും അല്ല കിട്ടുന്നത്. അതിനായിട്ട് തന്നെ എക്സാം നമ്മുടെ അറിയാം, exams.nta.ac.in/neet എന്നുള്ള വെബ്സൈറ്റിൽ ക്ലിക്ക് ഹിയർ ടു അഡ്മിറ്റ് കാർഡ് എന്നൊരു ലിങ്ക് തന്നെയുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡ്മിറ്റ് കാർഡുകൾ വെബ്സൈറ്റിൽ കാണാം. അതൊരു PDF ഫോർമാറ്റാണ്. അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക മാത്രം ചെയ്താൽ മതിയാകും. അതിന് 5 പേജോളം ആ പ്രിൻ്റ് ഔട്ടുകൾ ഉണ്ടാവും. അതിൽ ആദ്യത്തെ 2 പേജിനെയാണ് അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അത് ഒരു പേജിൻ്റെ ഇരുവശത്തുമായിട്ട് എടുക്കരുത്. അത് 2 സെപ്പറേറ്റ് ഷീറ്റുകളിൽ തന്നെ എടുക്കണം. അത് അഡ്മിഷൻ അവസാനിക്കുന്ന ഡിസംബർ മാസം വരെ നമ്മളുടെ വെബ്സൈറ്റിൽ ഉണ്ടാകും. കാരണം ഈ അഡ്മിറ്റ് കാർഡ് നമ്മൾ എക്സാം സെൻറ്ററിൽ കൊടുത്തിട്ടാണ് പോരുന്നത്, തിരിച്ച് നമുക്ക് കൊണ്ടുവരാനാവില്ല. അപ്പം പിന്നീട് പല അവസരങ്ങളും നമുക്ക് അഡ്മിറ്റ് കാർഡ് വേണം. ഇപ്പം ESI IP-ക്ക് അപ്ലൈ ചെയ്യാൻ അഡ്മിറ്റ് കാർഡ് വേണം. കൗൺസിലിങ്ങിൽ പങ്കെടുക്കണമെങ്കിൽ, കോളേജിൽ അഡ്മിഷൻ വേണമെങ്കിലൊക്കെ അഡ്മിറ്റ് കാർഡ് നമുക്ക് വേണം. അതിനൊക്കെ എപ്പോൾ വേണമെങ്കിലും ഇത് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പരീക്ഷയ്ക്കായിട്ടുള്ള അഡ്മിറ്റ് കാർഡ് തയ്യാറാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതിന് ഈ 5 പേജ് പ്രിൻ്റ് ഔട്ട് എടുക്കുന്നു. അതിൽ 3, 4, 5 പേജ് നമ്മൾ വായിച്ചു നോക്കുന്നു. കുട്ടി എന്താണ് അവിടെ കരുതേണ്ടത്, എന്തൊക്കെ കൊണ്ടുപോകാം, എങ്ങനെയാണ് അവിടെ പെരുമാറേണ്ടത്, പേരൻസ് എന്താണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ എക്സാം ഹാളിൽ കൊണ്ടുചെല്ലാം, അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് 3, 4, 5 പേജിൽ. 1, 2 പേജ് എന്ന് പറയുന്നതാണ് അഡ്മിറ്റ് കാർഡ്. അത് ഇൻഡിവിജ്വൽ ഷീറ്റ് ആയിരിക്കണം. ഒരു A4 ടോളായിട്ട്, അതായത് പോർട്രേറ്റ് ആയിട്ട് നേരെ നിൽക്കുന്ന തരത്തിൽ, ഹൊറിസോണ്ടൽ അല്ല, നേരെ നിൽക്കുന്ന രീതിയിലായിരിക്കണം ഉണ്ടാകുന്നത്. കളർ വേണം നിർബന്ധമൊന്നുമില്ല, കളർ പ്രിൻ്റ് ഔട്ട് വേണമെന്നൊന്നുമില്ല. കളർ പ്രിൻ്റ് ഔട്ട് ആയാലും കുഴപ്പമില്ല, കളർ ഓർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻ്റ് ഔട്ട് ആയിരിക്കണം. അതിനകത്ത് നമ്മളുടെ ഫോട്ടോഗ്രാഫ് ഉണ്ട്, സിഗ്നേച്ചറുണ്ട്, കാൻഡിഡേറ്റിൻ്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, അതുപോലെ കാറ്റഗറി, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി PWD വിഭാഗമാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അതിനകത്തുണ്ട്. അതിനുശേഷം നടുക്ക് ഭാഗത്തായിട്ട് നമ്മളുടെ എക്സാം സെൻറ്ററിൻ്റെ ഡീറ്റെയിൽസ്, ഏത് സ്കൂളിൽ വെച്ചാണ് പരീക്ഷ, അതിൻ്റെ അഡ്രസ്സ്, അതിൻ്റെ നമ്പർ, ഏത് സമയത്താണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള എക്സാം സെൻറ്ററിനെ പറ്റിയുള്ള കാര്യങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്, എത്ര സമയം കൊണ്ട് നമുക്ക് അവിടെ ചെല്ലാം, അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. പലപ്പോഴും ഒരു സ്കൂളുകൾക്ക് തന്നെ പല അനക്ഷറുകൾ കാണും, ഒരു സ്കൂളിൻ്റെ പേരിൽ തന്നെ പലത് കാണും. അപ്പം എവിടെയാണ് നീറ്റ് നടക്കുന്നതെന്നൊക്കെയുള്ളത് ദയവായിട്ട് നമ്മൾ ഒന്ന് അറിഞ്ഞു വെക്കുക. അതിനുശേഷം താഴെ നടുക്ക് ഭാഗത്തിന് താഴെ സെൽഫ് ഡിക്ലറേഷൻ എന്നൊരു ഭാഗമുണ്ട്. അത് പ്രിൻ്റഡ് ആണ്, നമ്മൾ അവിടെ ഒന്നും എഴുതാനില്ല, കുട്ടിയുടെ പേരും അഡ്രസ്സുകളാണ്, അത് അവിടെ തന്നെ പ്രിൻ്റഡ് ആണ്. അത് സെൽഫ് ഡിക്ലറേഷൻ, അത് സെപ്പറേറ്റ് ഒന്നും എടുക്കേണ്ട. അഡ്മിറ്റ് കാർഡിൻ്റെ 1ാമത്തെ പേജിൽ അതുണ്ട്, നമ്മളായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. ഏറ്റവും താഴെ ഭാഗത്ത്, അതും ആദ്യത്തെ പേജിൽ തന്നെയാണ്, ഫോട്ടോ ഒട്ടിക്കാനുള്ളത് ഭാഗം വരെ 1ാമത്തെ പേജിൽ തന്നെയാണ്, അത് 2ാമത്തെ പേജിലല്ല. അങ്ങനെ 1ാമത്തെ പേജിൽ നമ്മൾ ഇടത്ത് സൈഡിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കുന്നു, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ഇടുന്നു, സിഗ്നേച്ചറിൻ്റെ കോളം ബ്ലാങ്ക് ആക്കി ഇടുന്നു. അത് നമ്മൾ എക്സാം സെൻറ്ററിൽ ചെന്നിട്ടാണ് ഇടേണ്ടത്. 2ാമത്തെ പേജിൽ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഒട്ടിക്കുന്നു. ഈ 2 പേജും നമ്മളുടെ ആധാർ, +2 ഹോൾ ടിക്കറ്റ്, പാസ്പോർട്ട്, പാൻ കാർഡ്, ഈ ആധാർ അല്ലെങ്കിൽ ആധാർ എൻറോൾമെൻറ്റ് ഫോം, ഇങ്ങനെ ഏതെങ്കിലും ഒരു വാലിഡ് ID പ്രൂഫുമായിട്ട് നമ്മൾ എക്സാമിന് പോകാൻ തയ്യാറാകണം. അഡീഷണൽ ആയിട്ടൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമ്മളുടെ കയ്യിൽ ഉണ്ടാവണം. പിന്നെ വെള്ളം കുടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വാട്ടർ ബോട്ടിൽ കൈക്കരുത്, ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. സ്റ്റിക്കറൊക്കെ പറിച്ച് കളഞ്ഞിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു വാട്ടർ ബോട്ടിലുമായിട്ടാണ് നമ്മൾ എക്സാം ഹാളിലേക്ക് പോകേണ്ടത്. ഇത്ര മാത്രം ഓർത്താൽ മതിയാകും. അതിന് പിന്നെ ഡ്രസ് കോഡിനെ കുറിച്ച് അത് നമ്മൾ പല ആവർത്തി പറഞ്ഞു കഴിഞ്ഞാണ്. ഏറ്റവും നല്ല സ്മാർട്ടായിട്ട് നമ്മൾ എക്സാം ഹാളിൽ യാതൊരുവിധ ലോഹനിർമ്മിതമായ മെറ്റലുമായിട്ട് ബന്ധപ്പെട്ട ഒരു വസ്തുവും, സിബോ, ഹുക്കുകളോ, ഇന്നർ ഡ്രസ്സുകളാണെങ്കിലും ഹുക്കുകളോ അങ്ങനെയുള്ള ഒന്നും വേണ്ട. ലോഹനിർമ്മിതമായ എല്ലാം ഒഴിവാക്കി ഏറ്റവും നല്ല നീറ്റായിട്ട് ഏത് ഡ്രസ്സുകളും ഹാഫ് സ്ലീവായിട്ടുള്ള
ഈ അധികം ഹെവി അല്ലാത്ത ഏത് ഡ്രസ്സ് ഇട്ടും നമുക്ക് പോകാം. സാധാരണ ബട്ടൺസോ പോക്കറ്റുകളോ ഒന്നും കുഴപ്പമില്ല. ലെഗിൻസോ ജീൻസോ പാൻറ്റോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ നമ്മൾ ബെൽറ്റ് വേണ്ട, വാച്ച് വേണ്ട, ഷൂ വേണ്ട, ഹൈ ഹീൽ ചപ്പൽ വേണ്ട, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഏറ്റവും നല്ല ഡീസൻ്റായിട്ട് ഏറ്റവും നല്ല സ്മാർട്ടായിട്ട് നമുക്ക് എക്സാമിന് പോകാനായിട്ട് തയ്യാറാകാം. നമുക്ക് അഡ്മിറ്റ് കാർഡിൽ തന്നെ എക്സാം സെൻറ്ററിൽ റിപ്പോർട്ട് ചെയ്യേണ്ട സമയമുണ്ട്, അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ സമയത്തിന് റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ഒരു 12:30-ക്കെങ്കിലും നമ്മൾ ആ ക്യൂവിൽ നിൽക്കാനും ഒരു 12:45 1 മണിക്കുള്ളിലെങ്കിലും അകത്ത് പ്രവേശിക്കാനും തരത്തിൽ നമ്മൾ റെഡി ആയിരിക്കണം. അതായത് ഒരു 11:30 എങ്കിലും നമ്മൾ ആ സ്കൂളിനകത്ത് ചെന്നിരിക്കണം. ആഹാരമൊക്കെ നമ്മൾ വേണേൽ കൊണ്ടുപോകാം. അവിടെ ചെന്നിട്ട് ലൈറ്റായിട്ടുള്ള ആഹാരമൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് വാഷ്റൂമൊക്കെ ഉപയോഗിച്ച് ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് പരീക്ഷയ്ക്കായിട്ട് പോകാം. സർ, അതുപോലെ തന്നെ ഈ അഡ്മിറ്റ് കാർഡും ID പ്രൂഫും നമ്മൾ എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇപ്പോൾ എന്തെങ്കിലും അഡ്രസ്സിലൊക്കെ ചെറിയ തിരുത്തുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വെരിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് അല്ല അങ്ങനെ എന്തെങ്കിലും പ്രോസസ്സുകളൊക്കെ കൊണ്ടുവന്നൊരു സംശയം? തീർച്ചയായിട്ടും. കാരണം പലരും ചോദിക്കുന്നതാണ്, ഞാൻ നീറ്റിന് അപ്ലൈ ചെയ്ത അഡ്രസ്സ് അല്ല എൻ്റെ ID പ്രൂഫിൽ, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാണ്, അല്ല അച്ഛൻ്റെ പേര് ഇങ്ങനെയല്ല, അമ്മയുടെ പേര് ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നീറ്റ് എക്സാം ഹാളിൽ പരീക്ഷ എഴുതുക, അഡ്മിറ്റ് കാർഡുള്ള വിദ്യാർത്ഥി ആ ഫോട്ടോ ഉള്ള ആളാണോ, ഇയാളെ പരീക്ഷ എഴുതിക്കുക എന്നുള്ളത് മാത്രമാണ് എക്സാം ഹാളിൻ്റെ ഡ്യൂട്ടി. അവിടെ അദ്ദേഹത്തിൻ്റെ അഡ്രസ്സിൻ്റെ വെരിഫിക്കേഷനോ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ വെരിഫിക്കേഷനോ അച്ഛൻ്റെ പേരോ അമ്മയുടെ പേരോ ഒന്നും വെരിഫൈ ചെയ്യാൻ ആരും നിർദ്ദേശിച്ചിട്ടില്ല. നമ്മൾ അഡ്മിറ്റ് കാർഡുള്ള വിദ്യാർത്ഥി അത് ആ ഫോട്ടോ ഉള്ള പുതിയ ഫോട്ടോ ഉള്ള ആളെ തിരിച്ചറിയുന്ന ഫോട്ടോ ഉള്ള ഒരു ID പ്രൂഫ്, പക്ഷേ പേര് ശ്രദ്ധിച്ചിരിക്കണം. നീറ്റിന് അപ്ലൈ ചെയ്ത അതേ പേരായിരിക്കണം ID പ്രൂഫിൽ. അപ്പോൾ അഡ്മിറ്റ് കാർഡിലും ID പ്രൂഫിലും ഒരേ പേരായിരിക്കണം, ഏറ്റവും പുതിയ ഫോട്ടോ ആയിരിക്കണം. അത്രയും ഓർത്താൽ മതി. അതുമായിട്ടാണ് നമ്മൾ എക്സാമിന് പോകേണ്ടത്. ബാക്കിയുള്ളതൊക്കെ വെരിഫിക്കേഷൻ എപ്പോഴാണ് യഥാർത്ഥത്തിൽ കോളേജിൽ ആഗസ്റ്റ് മാസത്തിൽ കോളേജിൽ ചെല്ലുമ്പോഴാണ് സർട്ടിഫിക്കറ്റുകൾ വെരിഫിക്കേഷൻ ചെയ്യുന്നത്. അതിൻ്റെ ആവശ്യം ഇപ്പോഴില്ല. സർ, അതുപോലെ തന്നെ ബയോമെട്രിക് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മെറ്റൽ ഡിറ്റക്ടറൊക്കെ വെച്ച് കുട്ടികളെ പരിശോധിച്ചിട്ടാണല്ലോ എക്സാം ഹാളിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് കുട്ടികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ അപാകതകൾ അവിടെ ഉണ്ടായാലൊക്കെ എന്തെങ്കിലുമൊക്കെ ഡിറ്റക്റ്റ് ചെയ്താലൊക്കെ അവർ പാനിക്കേണ്ട ആവശ്യം ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, നീറ്റ് അപ്ലൈ ചെയ്ത എല്ലാ വിദ്യാർത്ഥികൾക്കും അഡ്മിറ്റ് കാർഡ് കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അഡ്മിറ്റ് കാർഡ് കിട്ടുന്ന എല്ലാ വിദ്യാർത്ഥികളും നീറ്റ് എക്സാം എഴുതിയിരിക്കും. ഒരു സംശയവും വേണ്ട. അഡ്മിറ്റ് കാർഡ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ പരീക്ഷ എഴുതിയിരിക്കും. അപ്പം ആ പരീക്ഷയിൽ നമ്മൾ ആ OMRൽ ഏറ്റവും കൃത്യമായി ആൻസറുകൾ നമ്മുടെ സമയത്തിന് എഴുതുക എന്നുള്ളത് മാത്രമേ പ്രാധാന്യം കൊടുക്കേണ്ടതുള്ളൂ. ഇനി നമുക്ക് മെറ്റൽ ഡിറ്റക്ടർ ആദ്യം ചെയ്യുമ്പോൾ അവരെന്തെങ്കിലും അപാകതകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അവർ പറയുന്നത് അനുസരിക്കുക. ഒരു കാരണവശാലും അവരെ വിമർശന ബുദ്ധിയോടുകൂടി കാണുകയോ അവരുമായിട്ട് വാഗ്വാദം ഏർപ്പെടുകയോ ചെയ്യരുത്. അവർ പറയുന്നത് അനുസരിക്കുക. ബയോമെട്രിക്കിൻ്റെ ആ മെഷീൻ ചിലപ്പോൾ കംപ്ലൈൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ബയോമെട്രിക് എടുക്കുമ്പോൾ കിട്ടിയില്ലായിരിക്കാം. ഉടനെ അവരെന്ത് പറയും? ഒരു സത്യവാങ്മൂലം, ഒരു അഫിഡേവിറ്റ് എഴുതി കൊടുത്താൽ മതി, ജസ്റ്റ് ഒപ്പിട്ട് കൊടുത്തേക്കുക. അതിൻ്റെ പേരിൽ അങ്ങനെ ഒപ്പിട്ട് കൊടുത്തു എന്ന് വിചാരിച്ചുകൊണ്ടൊന്നും നമുക്ക് നീറ്റിനെ ബാധിക്കില്ല, ഉറപ്പാണ്. അപ്പം മെറ്റൽ ഡിറ്റക്ടർ കഴിയുന്നു, ബയോമെട്രിക് എടുക്കുന്നു. ഇനി ബയോമെട്രിക് അവിടെ റീഡ് ആയിട്ടില്ലെങ്കിൽ ചില കുട്ടികൾക്ക് അങ്ങനെയാണ്, അവരുടെ സ്കിന്നിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ബയോമെട്രിക് കിട്ടില്ല. അപ്പോൾ അവിടെ നമ്മളൊരു അഫിഡേവിറ്റ് കൊടുക്കുന്നു. നമ്മൾ അടുത്തത് ചെല്ലുമ്പോൾ നമ്മുടെ ഫോട്ടോ എടുക്കുന്നു, നമ്മുടെ ഐറിസിൻ്റെ സ്കാനിങ് എടുക്കുന്നു. അതിനുശേഷം നമ്മൾ നോർമലി ബ്രില്യൻറ്റിൽ എങ്ങനെയാണോ മോഡൽ എക്സാമിന് നിങ്ങൾ വരുന്നത് അത് തന്നെ മനസ്സിൽ നിങ്ങൾ കറക്റ്റായിട്ട് ആവർത്തിച്ച് നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റോൾ നമ്പർ അനുസരിച്ചുള്ള നിങ്ങളുടെ സീറ്റിൽ പോയി ഇരിക്കുകയാണ് ചെയ്യേണ്ടത്. ഏറ്റവും ഹൃദ്യമായിട്ട് വേണം എല്ലാവരോടും പെരുമാറാൻ എന്നുള്ളത് ഓർമ്മയിലിരിക്കട്ടെ. ശിവൻ സാർ, എക്സാം ഹാളിൻ്റെ പുറത്തു വരെയുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇതിനോടൊക്കെ പറഞ്ഞു. ഇനി 1:30-ക്ക് ശേഷമുള്ളൊരു സമയമുണ്ട് എക്സാം ഹാളിൻ്റെ ഉള്ളിലേക്ക് വിദ്യാർത്ഥികൾ പ്രവേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കീപ്പ് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ തീർച്ചയായിട്ടും അതൊക്കെ എന്തായിരിക്കണം? നമ്മൾ 1:15 നമുക്ക് നമ്മുടെ റോൾ നമ്പർ അസൈൻ ചെയ്തിരിക്കുന്ന സീറ്റിൽ നമ്മൾ ഇരിക്കേണ്ടത്. 1:30 വരെ അങ്ങനെ വരുന്ന കുട്ടികളെ എല്ലാം പ്രവേശിപ്പിക്കും. ഏതാണ്ട് ഒരു ക്ലാസ് റൂമിൽ ഒരു 24 വിദ്യാർത്ഥികളായിരിക്കും ഉണ്ടാവുക. അതിനകത്ത് പലരും ആബ്സെൻ്റ് ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കാറ്റ് കിട്ടും വെളിച്ചം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ആ സീറ്റിൽ പോയി ഇരിക്കുകയോ അവരുടെ OMRോ ആൻസർ ഷീറ്റും നമ്മൾ ഉപയോഗിക്കുകയോ ചെയ്യുകയോ ഒന്നും ചെയ്യരുത്. നമുക്ക് അസൈൻ ചെയ്തിരിക്കുന്ന റോൾ നമ്പറിൽ നമ്മൾ ഇരിക്കണം. ആ റോൾ നമ്പറിന് തരുന്ന ക്വസ്റ്റ്യൻ പേപ്പറും OMR ഷീറ്റുമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം നമുക്ക് ഈ പരീക്ഷ എഴുതുന്ന ഓരോ കുട്ടികൾക്കും അവരുടെ OMR അസൈൻ ചെയ്തിട്ടുണ്ട്. അതൊരു സീരിയൽ നമ്പർ ഓർഡറാണ്. അതുകൊണ്ട് അതിനനുസരിച്ച് വേണം നമ്മൾ തയ്യാറാകാനായിട്ട്. അപ്പം ആബ്സെൻ്റ് ഉണ്ടെങ്കിൽ അവരുടെ OMR ഷീറ്റൊന്നും നമുക്ക് നമ്മുടെ OMRൽ എന്തെങ്കിലും ഒരു വര വീണെന്ന് വിചാരിച്ചൊന്നും ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് ആ OMR മാറ്റി ഉപയോഗിക്കാനൊന്നും നിങ്ങൾ ദയവായിട്ട് ശ്രമിക്കരുത്. നമുക്ക് തന്നിരിക്കുന്ന OMR ഏറ്റവും കൃത്യമായിട്ട് നല്ല ഭംഗിയായിട്ട് സൂക്ഷിക്കുക.
അതിൽ കൃത്യമായിട്ട് ആൻസറുകൾ ക്വസ്റ്റ്യൻ നമ്പർ നോക്കിയിട്ട് കറക്റ്റായിട്ട് ആൻസർ അറിയാവുന്നതിനെല്ലാം നമ്മൾ മാർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രം ഓർത്താൽ മതിയാകും. അതിനകത്ത് റോൾ നമ്പർ എഴുതാനുണ്ട്, റോൾ നമ്പർ ബബിൾ ചെയ്യാനുണ്ട്, അച്ഛൻ്റെ പേര് അമ്മയുടെ പേരൊക്കെ എഴുതാനുണ്ട്. അതൊക്കെ നമുക്ക് സാവധാനത്തിൽ ചെയ്യാനുള്ള സാവകാശം കിട്ടുകയും ചെയ്യും. 1:30 നമുക്ക് ഗേറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ 1:30 മുതൽ 1:45 വരെ അവിടെ നിൽക്കുന്ന സൂപ്പർവൈസർ നമ്മളോട് ഇൻസ്ട്രക്ഷൻസ് പറയും. എന്നതൊക്കെ ചെയ്യണം, ഇന്നതൊക്കെ ചെയ്യരുത്. അത് നമ്മൾ പല ആവർത്തി കേട്ട് കഴിഞ്ഞ കാര്യങ്ങളാണ്. ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൻ്റെ മുമ്പിൽ എഴുതണം, പേരെഴുതണം, റോൾ നമ്പർ എഴുതണം. ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിനകത്ത് നിങ്ങൾക്ക് റെഫർക്ക് ചെയ്യാനുള്ള പേജുണ്ട്, അത് കീറിയെടുക്കരുത്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ടോ എന്ന് നോക്കണം, എല്ലാ ഷീറ്റും ഉണ്ടോ എന്ന് നോക്കണം. OMR ബബിൾ വൃത്തികേടാക്കരുത്. അങ്ങനെ അവരുടേതായിരിക്കുന്ന അവരുടെ ട്രെയിൻഡാണ്, അവർക്ക് ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അവർ പറയും. ശ്രദ്ധയോടെ കേൾക്കുക. പക്ഷേ നമ്മൾ എങ്ങനെയാണോ പരിശീലിച്ചിരിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് പരീക്ഷ എഴുതാം. അതിനൊന്നും ഒരു നിയമ തടസ്സവുമില്ല. ഇപ്പോൾ കണ്ണാടിയുള്ള ഫോട്ടോ വെച്ചാണ് നമ്മൾ ആ പരീക്ഷയ്ക്ക് കൊടുത്തിരിക്കുന്നത്, കണ്ണാടി ഇല്ലയോ, അതൊന്നും നമ്മൾ ബാധിക്കില്ല. അങ്ങനെയൊന്നും ഒരു നിർബന്ധമില്ല. നമുക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് കംഫർട്ടായിട്ട് നമുക്ക് എക്സാം എഴുതാം. ഒരു കാരണവശാലും ക്വസ്റ്റ്യൻ പേപ്പർ കീറിയെടുക്കരുത്. ഏറ്റവും അവസാനത്തെ ഷീറ്റാണ് വർക്ക് സ്പേസ്, അത് കീറിയെടുക്കാമെന്ന് വിചാരിക്കുകയും ചെയ്യരുത്. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ മാർക്ക് ചെയ്യുകയോ ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതുകയോ സോൾവ് ചെയ്യുകയോ ഒക്കെ നമുക്ക് ചെയ്യാം. 1:45 ഈ പാക്കറ്റ് ഒരു പ്ലാസ്റ്റിക് പോളിത്തീൻ കവറിനകത്താണ് ക്വസ്റ്റ്യൻ പേപ്പർ OMR ഷീറ്റും. ഇത് കീറിയെടുക്കുക എന്നുള്ളതാണ് ഒരു അല്പസാഹസ്യമായ കാര്യം. കാരണം അവിടെ കട്ടറൊന്നുമില്ല. ഇത് നമ്മൾ പേന ഉപയോഗിച്ച് ജസ്റ്റ് പ്ലാസ്റ്റിക്കാണ്, അതൊന്ന് കീറിയിട്ട് വേണം. ആ പോളിത്തീൻ കീറാൻ മാത്രമേ ഉള്ളൊരു പാട്. ആ പോളിത്തീൻ കവർ നമുക്ക് 1:45 നമുക്ക് ആ കവറിനകത്ത് OMR ഷീറ്റും ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ നമുക്ക് തരും, പേനയും തരും. എങ്ങാനും ഡിലേ വന്നു കഴിഞ്ഞാലും ഏറ്റവും സൗമ്യമായിട്ട് ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് മേടിക്കുക. 1:45 മാഡം തരേണ്ടത്, അത് തരാവോ എന്ന് ചോദിച്ചത് മേടിക്കുക. 1:50 നമുക്ക് ആ പോളിത്തീൻ കവർ ഓപ്പൺ ചെയ്യാം. അത് കട്ട് ചെയ്യാൻ പറ്റില്ല. ഇനി കടിച്ചോ അല്ലെങ്കിൽ അത് പേന കൊണ്ട് എങ്ങനെയെങ്കിലും കീറിയെടുക്കാം. അത് കീറിയെടുക്കാം, കാരണം എല്ലാവരും ചെയ്യുന്നതാണല്ലോ. അത് പോളിത്തീൻ കവറിന് വെളിയിൽ എടുക്കുന്നു. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഏറ്റവും ഫ്രണ്ട് വശത്ത് നമ്മുടെ പേര്, റോൾ നമ്പർ ആ അക്കത്തിലും ആ അക്ഷരത്തിലും എഴുതാനായിട്ടുണ്ടാവും. അതെഴുതുന്നു. ഇതെഴുതി കഴിഞ്ഞിട്ട് 2 മണി വരെ, അതായത് 1:55 വരെ നമ്മൾ ഇരിക്കണം. 1:55 ക്വസ്റ്റ്യൻ ബുക്കിലെറ്റിൽ ഒരു സീലുണ്ട്. ആ സീല് ബ്രേക്ക് ചെയ്തിട്ട് വേണം നമുക്ക് OMR വെളിയിലെടുക്കാനും OMR എഴുതാനും. അപ്പോൾ ചിലരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ 2 മണിയുടെ ബെല്ല് അടിച്ചു കഴിഞ്ഞിട്ട് ഇത് ഓപ്പൺ ചെയ്യാൻ സമ്മതിക്കുകയുള്ളൂ. ആയിക്കോട്ടെ, അവിടെ നമ്മൾ പാനിക് ആവേണ്ട കാര്യമൊന്നുമില്ല. 2:00-നോ 2:05-നോ ഒക്കെ നമുക്ക് സമ്മതിച്ചോട്ടെ. ആ സമയത്ത് നമ്മൾ അവർ പറയുന്നതനുസരിക്കുക. അവർ പറയുന്നതിന് അപ്പുറത്തോട്ട് കയറി ചെയ്യരുത്. അവർ പറയുന്നതനുസരിച്ച് എന്ത് കാര്യവും അവർ പറയുന്നൊന്ന് അനുസരിച്ചേക്കുക. പക്ഷെ ഒത്തിരി ഡിലേ ഒന്നും ആക്കണ്ട. അല്ലെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ഏറ്റവും സൗമ്യമായിട്ട് അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ചെയ്യണം. ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് സീല് 1:55 സീല് പൊട്ടിക്കാൻ പറ്റുക. OMR വെളിയിലെടുക്കുന്നു. OMR റോൾ നമ്പർ എഴുതുന്നതിന് മുമ്പ് വാരി എഴുതരുത്. ഒന്ന് നിർത്തി, ഒന്ന് ബ്രീത്തൊക്കെ എടുത്ത് സൗമ്യമായിട്ട് റോൾ നമ്പർ നമ്മുടെ അഡ്മിറ്റ് കാർഡിനകത്തോട്ട് നോക്കി, അഡ്മിറ്റ് കാർഡ് എടുത്ത് വെച്ച് നമ്മുടെ കയ്യിലുണ്ട്. ആ അഡ്മിറ്റ് കാർഡിൻ്റെ റോൾ നമ്പർ നമുക്ക് പരിചിതവുമാണ്. എങ്കിലും ഒരിക്കൽ കൂടി അഡ്മിറ്റ് കാർഡിൻ്റെ റോൾ നമ്പർ നോക്കി, കാരണം അവിടെ ആപ്ലിക്കേഷൻ നമ്പറുണ്ട്, മറ്റ് പല നമ്പറുകളുണ്ട്, ടെക്സ്റ്റ് ബുക്കിലെ നമ്പറൊക്കെ ഉണ്ട്. അപ്പം റോൾ നമ്പർ ഒന്നും കൂടെ നോക്കി ഉറപ്പ് വരുത്തിയിട്ട് ആദ്യം ബോക്സിനകത്തോട്ട് എഴുതി കഴിഞ്ഞതിന് ശേഷം ബബിൾ ചെയ്യുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ബബിൾ ചെയ്യുക. വീണ്ടും ടെക്സ്റ്റ് ബുക്ക്ലെറ്റ് നമ്പർ എഴുതുക, അവനവൻ്റെ പേരെഴുതുക, അച്ഛൻ്റെ പേരെഴുതുക, അമ്മയുടെ പേരെഴുതുക, സൈൻ ചെയ്യുക, എക്സാം തുടങ്ങുന്ന സമയം എഴുതുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനൊക്കെ ഒരു 10 സെക്കൻഡ് എടുത്താൽ മതിയാകും. റോൾ നമ്പർ മാത്രം ഒന്ന് സമയം എടുത്ത് ചെയ്താൽ മതിയാകും. 2 മണിക്ക് നമ്മൾ ക്വസ്റ്റ്യൻ ആരംഭിക്കാം. നമുക്ക് ഇനി അവിടെ നമുക്ക് പേന തരാനോ എന്തെങ്കിലും ഒരു താമസം ഉണ്ടായാലും ഇഷ്ടംപോലെ സമയം 3 മണിക്കൂർ 20 മിനിറ്റ് നമുക്ക് കിടക്കുക. അതുകൊണ്ട് ധാരാളം സമയം നമുക്കുണ്ട്. നമുക്ക് 180 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതിയാകും. അതുകൊണ്ട് ഏറ്റവും സമയം എടുത്ത് തന്നെ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നു. 2 മണിക്ക് നമുക്ക് ക്വസ്റ്റ്യൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ നമ്പർ ഉണ്ടോയെന്നൊരു 2 സെക്കൻഡിൽ നമുക്ക് നോക്കി തീർക്കാം. ക്വസ്റ്റ്യൻ നമ്പർ എല്ലാം ഉണ്ടോ, എല്ലാ ഷീറ്റുകളും പ്രിൻ്റഡ് ആണോ, അത്രയും നോക്കുക. പലരെങ്കിലും ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കുക, അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് വായിച്ച് നോക്കും. എളുപ്പമാണോ എന്നൊരാകാംക്ഷയുണ്ടല്ലോ, അത് ചെയ്യരുത്. നമ്മൾ ആദ്യം ഏതാണോ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്, ബയോളജി ആണെങ്കിൽ ബയോളജി, എനിക്ക് തോന്നുന്നു ബയോളജി ആയിരിക്കും ആദ്യം തുടങ്ങുന്നത് നല്ലത്. ബയോളജി ആണെങ്കിൽ അതിൻ്റെ ആദ്യത്തെ ചോദ്യത്തിലോട്ട് തന്നെ നമ്മൾ എത്തുകയാണ് ചെയ്യേണ്ടത്. ചോദ്യം എടുക്കുമ്പോഴൊക്കെ നമ്മൾ ഓർക്കുക, ക്വസ്റ്റ്യൻ ഏത് രീതിയിലാണെങ്കിലും, എളുപ്പമാണെങ്കിലും പാടാണെങ്കിലും ഓരോ ചോദ്യത്തിനും 4 മാർക്കാണ്. എല്ലാത്തിനും നമുക്ക് കിട്ടുന്നത് ഒരേ പ്രയോറിറ്റിയാണ്. അതുകൊണ്ട് എല്ലാത്തിനും അർഹമായ പരിഗണന കൊടുക്കണം. എളുപ്പമാണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ സ്പീഡ് കൂട്ടുകയോ
പാടാണെന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയോ ചെയ്യരുത്. 1 മിനിറ്റ് കഴിഞ്ഞാൽ അടുത്തതിലോട്ട് പൊക്കണം. അവിടെ ആൻസർ ക്വസ്റ്റ്യൻ പേപ്പർ വേണേൽ മാർക്ക് ചെയ്ത് വെച്ചോണം. 100% ഉറപ്പില്ലെങ്കിൽ. 100% ഉറപ്പുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി വായിച്ച് നോക്കിയിട്ട് അപ്പം തന്നെ ക്വസ്റ്റ്യൻ നമ്പർ നോക്കിയിട്ട് OMRൽ രേഖപ്പെടുത്തുകയും ചെയ്യണം. അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകുന്നു. അപ്പം ഒക്കെ നമുക്ക് ഒരു 5 എണ്ണം ചെയ്തു അല്ലെ 10 എണ്ണം ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് വളരെ എളുപ്പമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒന്നും കൂടെ ബ്രേക്ക് ചെയ്യുക. കാരണം നമുക്ക് ഈ ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു സമയത്ത് നിങ്ങൾ വിട്ടുപോകും. എക്സാം ഹാളും എക്സാമിൻ്റെ അറ്റ്മോസ്ഫിയറിൽ നിന്നൊക്കെ അപ്പുറത്തോട്ട് പോകും. പിന്നെ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു 5 മണി 5:15 ആകുമ്പോഴേ തിരിച്ചറിവ് ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ പോവരുത്. അരമണിക്കൂറൊക്കെ ഒന്ന് ഇടയ്ക്ക് നിർത്തുക. ഒന്ന് നിർത്തി ഒരു ശ്വാസോച്ഛ്വാസമൊക്കെ എടുത്ത് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് നോക്കി അതിൻ്റെ പ്രിൻറ്റിങ്ങും OMR ഷീറ്റും ഒക്കെ ഒന്ന് നോക്കി വീണ്ടും ആരംഭിക്കുക. അപ്പോൾ ഒരു ഇടയ്ക്കിടയ്ക്ക് ഒരു ബ്രേക്ക് കൊടുക്കുക. അങ്ങനെ ബ്രേക്ക് കൊടുത്ത് ബ്രേക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ഒന്നും വേണ്ട, മൈക്രോ സെക്കൻഡുകളാണ്. നമ്മൾ നിർത്തി വെക്കുന്നു, എല്ലാം താഴെയൊക്കെ വെച്ചിട്ട് ഒരു ബ്രീത്തൊക്കെ എടുത്ത് നമ്മൾ ഓരോ ക്വസ്റ്റ്യനിലൂടെയും പോകുന്നു. ഇവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കുക, ഒരു ചോദ്യവും നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമുക്ക് എഴുതാൻ പറ്റാത്തതായിട്ടുണ്ടാവില്ല. എല്ലാം നിങ്ങൾ കണ്ട ക്വസ്റ്റ്യൻസ്, പഠിച്ച ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള സിലബസിനകത്ത് നിന്നിരിക്കുന്ന ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിനെ ഏറ്റവും കംഫർട്ടായിട്ട് കറക്റ്റ് ആൻസറിലോട്ട് നമ്മുടെ തലച്ചോറിനകത്ത് നമ്മൾ വളരെ ക്ലസ്റ്ററായിട്ട് എല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്. അതിനെ എത്രയും പെട്ടെന്ന് റീകളക്ട് ചെയ്ത് കൃത്യമായിട്ട് നമുക്ക് OMRലോട്ട് എഴുതാനായിട്ട് സാധിക്കണം. OMRനെ കുറിച്ചും അതിൻ്റെ ഏത് സബ്ജക്റ്റാണ് എഴുതുന്നതിനെക്കുറിച്ചും അതിൻ്റെ ഓരോ ക്വസ്റ്റ്യൻ നമ്പറിനെ കുറിച്ചൊക്കെ എപ്പോഴും നമുക്കൊരു ബോധമുണ്ടായിരിക്കണം. ഒരിക്കലും നമ്മളൊക്കെ ആ ബോധത്തിൽ നിന്ന് വിട്ട് നമ്മൾ എന്തിനോ വേണ്ടിയിട്ട് പരക്കം പായരുത്. കാരണം മറ്റെവിടെയെങ്കിലും ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ ഫിസിക്സിന് നമുക്ക് വേണമല്ലോ എന്ന് വിചാരിച്ച് പായേണ്ട കാര്യമില്ല. ഫിസിക്സിന് നമുക്ക് 45 മിനിറ്റ് കിട്ടും. സെക്ഷൻ B എഴുതുമ്പോൾ 15 എണ്ണത്തിൽ 10 എണ്ണമാണ് നമുക്ക് കൃത്യമായിട്ട് എഴുതേണ്ടത്. അതിൽ ആദ്യം തൊട്ട് നോക്കി വരിക. ആ 15 എണ്ണം ഇരുന്ന് വായിച്ച് നോക്കിയിട്ട് 10 എണ്ണം കണ്ടുപിടിക്കേണ്ട. 1 മുതൽ ചെയ്തു വരിക. സെക്ഷൻ B എടുക്കുമ്പം 1 മുതൽ ചെയ്തു വന്ന ആദ്യത്തെ 10 എണ്ണം തന്നെ കിട്ടിക്കഴിഞ്ഞാൽ 100% ഉറപ്പാണെങ്കിൽ ആ 10 എണ്ണം നമുക്ക് എഴുതാം. അതല്ല നമുക്ക് അല്പമെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടുത്തിലോട്ട് പോയാൽ മതിയാകും. അങ്ങനെ നമ്മൾ 180 കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ എഴുതുക. സർ, അതുപോലെ തന്നെ ഈ 3 മണിക്കൂർ 20 മിനിറ്റിനുള്ളിൽ ആ ഒരു സമയത്തിൻ്റെ ഇടയിൽ നമ്മുടെ സൂപ്പർവൈസറായിട്ട് എത്തുന്ന ആളുകൾ കുട്ടികളുമായിട്ടുള്ള കുറച്ച് പ്രോസസ്സുകളുണ്ട്. അതെ അതെ. അപ്പോൾ അത് എന്തൊക്കെയായിരിക്കാം? നമുക്കൊരു ഫോട്ടോ എടുക്കാനായിട്ടുണ്ട്. ഫോട്ടോ എടുക്കാനായിട്ട് അവർ വരും. അത് അവരെടുത്തിട്ട് പൊക്കോളും. നമ്മൾ അതിനോട് പ്രത്യേകിച്ച് നിന്ന് കൊടുക്കുകയൊന്നും ചെയ്യണ്ട. പിന്നെ ഉള്ളത് നമ്മളുടെ അറ്റൻഡ് ഷീറ്റിൽ ഫോട്ടോ ഒട്ടിക്കാനായിട്ടുണ്ട്, തമ്പ് ഇംപ്രഷൻ വെക്കാനായിട്ടുണ്ട്, 2 പ്രാവശ്യം സൈൻ ചെയ്യാനായിട്ടുണ്ട്. എക്സാം തുടങ്ങുമ്പോഴും തീരുമ്പോഴും സൈൻ ചെയ്യാനുണ്ട്. നമ്മുടെ ഹോൾ ടിക്കറ്റും ആധാർ കാർഡും അവർ വന്നൊന്ന് പരിശോധിക്കും. അതൊക്കെ അവർ ആ ഒരു മൈക്രോ സെക്കൻഡുകൾക്കുള്ളിൽ അത് അവരെടുത്ത് പൊക്കോളും. അതൊന്നും നമ്മുടെ പരീക്ഷയെ സാരമായിട്ട് ബാധിക്കുന്നതല്ല. അതവർ പറയുന്നത് പൂർണ്ണമായിട്ടും നമ്മൾ അനുസരിക്കാനാണെന്നുള്ളത് നമ്മുടെ അത് മനസ്സിലാക്കണം. അവർ പറയുന്നത് ഒരല്പം ഡിലേ ആയി, അല്ലെ 1 സെക്കൻഡ് അവരൊന്ന് താമസിച്ചോ എന്ന് വിചാരിച്ച് അവരോട് ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്യണ്ട. അവരുമായിട്ട് സഹകരിച്ച് എത്രയും പെട്ടെന്ന് നമ്മൾ ആ പ്രോസസ്സ് തീർക്കുക എന്നുള്ളത്. അതിനൊന്നും ഒരിക്കലും സമയം എടുക്കില്ല. കാരണം ഇതെല്ലാ വർഷവും ഉള്ള പ്രോസസ്സുകളല്ലേ. അതൊക്കെ നമ്മൾ ആ സ്പീഡിൽ തന്നെ ചെയ്തുകൊണ്ട് നമുക്ക് എക്സാമിന് മുമ്പോട്ട് പോകണം. ഏതാണ്ട് ഒരു 3/4 മണിക്കൂറെങ്കിലും ഉള്ളപ്പം തീരാനുള്ളപ്പം നിങ്ങൾ 200 ചോദ്യങ്ങളിലൂടെയും കടന്നു പോയിരിക്കും. നിർബന്ധമായും എല്ലാ ചോദ്യങ്ങളിലൂടെയും കടന്നു പോകാനുള്ള സമയമുണ്ടെന്നുള്ളത് ഉറപ്പാക്കി വേണം നമ്മൾ മുന്നേറാനായിട്ട്. അവസാനത്തെ 45 മിനിറ്റ് നമ്മൾ പലതും ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു അല്പം സംശയം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് അവസാനം നമുക്കൊരു സമയമുണ്ടായിരിക്കണം. ആ സമയവും കൂടി എടുത്തുകൊണ്ട് എല്ലാ ചോദ്യത്തിനും 180 ചോദ്യത്തിനും നമ്മൾ കൃത്യമായിട്ട് ഉത്തരം എഴുതണം. അവിടെ വരുമ്പോൾ നമുക്ക് ഒരല്പം ഒരു 50% നമുക്കറിയാമെങ്കിൽ നമ്മൾ ആൻസർ എഴുതിയേക്കണം. അവിടെ നെഗറ്റീവ് മാർക്കിന് നമ്മൾ പേടിക്കേണ്ടതില്ല. നമുക്ക് വളരെ എക്സാം ടഫാണെന്നുണ്ടെങ്കിലോ നമുക്ക് എത്രത്തോളം ആൻസറിലോട്ട് എത്താമെന്നുള്ളതിനാണ് നമുക്ക് അവിടെ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പോൾ എങ്ങനെയെങ്കിലും നമുക്ക് ആ മാക്സിമം ആൻസറിലോട്ട് എത്തണം. അവിടെ നെഗറ്റീവിനെ പേടിക്കേണ്ടതായിട്ടില്ല. എക്സാം വളരെ സിമ്പിളാണെങ്കിൽ ഓർക്കുക, നമ്മൾ പലതും വിചാരിക്കുന്ന ആൻസർ എന്ന് വിചാരിക്കുന്നത് ചിലപ്പോൾ തെറ്റിയേക്കാം. അവിടെ നെഗറ്റീവ് കൂടാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു പ്രാവശ്യത്തിന് വരെ 5 പ്രാവശ്യമെങ്കിലും ആലോചിച്ചേ നമ്മൾ ആൻസറിലോട്ട് എത്താവുള്ളൂ. അതുകൊണ്ട് എല്ലാത്തിനും ആൻസറിൽ എത്തുക എന്നുള്ള ഒരു എല്ലാം വായിച്ച് നോക്കി പല പ്രാവശ്യം ആലോചിച്ച് ആൻസറിലോട്ട് എത്തുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എല്ലാത്തിനും ആൻസർ ചെയ്യുക എന്നുള്ളൊരു മാനസിക അവസ്ഥയിലായിരിക്കണം നമ്മൾ ഇരിക്കുന്നത്. അല്ലാതെ നമ്മൾ നെഗറ്റീവിനെ പേടിക്കുകയോ മറ്റൊരു രീതിയിൽ നമുക്ക് ഇത് കറക്റ്റ് സ്കോറിങ്ങിനെ കുറിച്ച് ചിന്തിക്കരുത്. പക്ഷേ അറിയില്ല എങ്കിൽ
50% പോലും അറിയില്ല എങ്കിൽ ദയവായിട്ട് കറക്കി കുത്തുകയും ചെയ്യരുത്. ഒരു കാരണവശാലും ഒരാൾ പോലും അങ്ങനെ വിജയിച്ചിട്ടില്ല. അറിയാൻ മേലാതെ ഒരു ആൻസർ മാർക്ക് ചെയ്ത് ഒരു തരത്തിലും നമുക്ക് നീറ്റിന് ഒരു സ്കോറും കിട്ടില്ല. അറിയാവുന്നത് മാത്രമേ നിങ്ങൾ എഴുതുകയും ചെയ്യാവുള്ളൂ. അല്ലാതെ കറക്കി കുത്താൻ ദയവായിട്ട് ഒരു കാരണവശാലും നിങ്ങൾ വിചാരിക്കുകയും ചെയ്യരുത്. സർ, അതുപോലെ തന്നെ നമ്മൾ അഡ്മിറ്റ് കാർഡ് നമ്മുടെ എക്സാമിനേഷൻ വരെ സൂപ്പർവൈസറിലൊക്കെ കൊടുത്തിട്ട് പോരണം എന്ന് നമ്മൾ പറയും. ഇനി ഒരു സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് അത് കൊടുക്കാൻ സാധിച്ചില്ല, അങ്ങനെയെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല, നമുക്കറിയാം ഇത് ഒരു മാൽ പ്രാക്ടീസ് നടക്കുന്നു, അല്ലെങ്കിൽ ആരാണ് പരീക്ഷ എഴുതുന്നത് അറിയുന്നതിൻ്റെയൊക്കെ ഒരു തെളിവ് മാത്രമേ ഉള്ളൂ. അത് അവരുടെ ഉത്തരവാദിത്തമാണ്. അതിനൊരു ബോക്സ് അവിടെ വെക്കുകയും ആ ബോക്സിനകത്ത് നമ്മൾ അഡ്മിറ്റ് കാർഡ് തന്നെ അവിടെ ഇടുകയും OMR നമുക്കറിയാം 2 ഷീറ്റാണ് OMR. ആ OMR 2 ഷീറ്റ് നമ്മൾ ഒരു കാരണവശാലും വേർപെടുത്താൻ നോക്കരുത്. ഒന്ന് ഓഫീസ് കോപ്പിയും ഒന്ന് ഒറിജിനൽ കോപ്പിയുമാണ്. അത് കാർബണൊന്നും അല്ല, അത് ഓട്ടോമാറ്റിക് 2ലും പതിഞ്ഞോളും. നമ്മൾ ഒരെണ്ണത്തിൽ എഴുതിയാൽ മതി. നമ്മൾ ആ ഏറ്റവും മുകളിൽ കാണുന്ന ഒഫീഷ്യൽ ആയിട്ടുള്ള ഒറിജിനൽ OMRൽ പൂരിപ്പിച്ചാൽ മതിയാകും. അതിൻ്റെ രണ്ടാമത്തെ OMR നമുക്ക് കൊണ്ടുവരാനും ആവില്ല. അതുകൊണ്ട് നമുക്ക് കിട്ടുമ്പോഴേയോ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ടോ ഈ OMR വേർപെടുത്താൻ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തരുന്ന OMR എഴുതുന്നു, അത് തിരിച്ചു കൊടുക്കുന്നു. അഡ്മിറ്റ് കാർഡിന് ഉപയോഗിച്ചിരിക്കുന്ന പെട്ടിയിൽ നമ്മൾ അഡ്മിറ്റ് കാർഡ് ഇടുന്നു. അതിനുശേഷം നമ്മൾ 5:20 വെളിയിലോട്ട് വരികയാണ് ചെയ്യുന്നത്. ആ ഇൻവിജിലേറ്ററാണ് ആ OMR വേർപെടുത്തുകയും ഒന്ന് അതാത് എക്സാമിൻ്റെ സ്ഥലത്തും മറ്റൊന്ന് സ്കാൻ ചെയ്യാനായിട്ടും അയക്കുക എന്നുള്ളതൊക്കെ അവരുടെ ഡ്യൂട്ടിയിൽപ്പെട്ടതാണ്. അതവർ കൃത്യമായിട്ട് ചെയ്തുകൊള്ളും. നമുക്ക് അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട കാര്യം ഇല്ല. സർ, അതുപോലെ തന്നെ ഈ OMR ഫില്ല് ചെയ്യുന്ന സമയത്ത് അവരുടെ റോൾ നമ്പർ എഴുതിയത് തെറ്റിപ്പോയി, അല്ലെങ്കിൽ അത്തരത്തിൽ ചില ഇഷ്യൂസ് ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഉണ്ടായാൽ അത് എങ്ങനെ ഹാൻഡിൽ? കാരണം ഇപ്പോൾ ഈ അഡ്മിറ്റ് കാർഡിനകത്തൊക്കെ പലരും അച്ഛൻ്റെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനിഷ്യൽ തെറ്റാണ്, അല്ലെ ഫോട്ടോയിൽ പേരുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇതൊന്നും നമുക്ക് നീറ്റിനെ ബാധിക്കുന്നില്ല. നമുക്ക് നമ്മൾ ഓരോ കുട്ടിക്കും അസൈൻ ചെയ്താണ് ആ OMR ഷീറ്റ് വരുന്നത്. അതുകൊണ്ട് റോൾ നമ്പർ തെറ്റിപ്പോയി എന്ന് വിചാരിച്ച് നിങ്ങൾ പാനിക് ആവുകയേ ചെയ്യേണ്ട. റോൾ നമ്പർ പക്ഷേ കൃത്യമായിട്ട് എഴുതുന്നത് എന്തുകൊണ്ടായിരിക്കാം? നമുക്ക് നീറ്റ് എക്സാം ഏറ്റവും നല്ല കംഫർട്ടായിട്ട് ഏകാഗ്രതയോടുകൂടി ശ്രദ്ധയോടെ എഴുതണമെങ്കിൽ അത് തെറ്റാതിരിക്കണം, അല്ലേ പിന്നെ നമ്മൾ അത് ഓർത്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് റോൾ നമ്പർ കൃത്യമായിട്ട് എഴുതുക, അത് കൃത്യമായിട്ട് ബബിൾ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് ആദ്യം തന്നെ ചെയ്യുകയും ചെയ്യുക. കാരണം അവസാനത്തോട്ട് വെക്കേണ്ടതില്ല. ആദ്യം തന്നെ റോൾ നമ്പർ എഴുതുകയും അത് ബബിൾ ചെയ്യുകയും ബാക്കിയുള്ള OMR പൂരിപ്പിക്കുകയും ചെയ്യുക. കാരണം ഇല്ലെങ്കിൽ എക്സാമിനേഷൻ സൂപ്പർവൈസർ ഇടയ്ക്ക് വന്നിട്ടത് ഓർമ്മിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബേർഡൻ ആവും. അതുകൊണ്ട് നമ്മൾ അത് OMR കിട്ടുന്ന 1:55 തന്നെ റോൾ നമ്പർ എഴുതുകയും അത് ബബിൾ ചെയ്യുകയും ബാക്കിയുള്ള OMRൽ പൂരിപ്പിക്കാനുള്ളതൊക്കെ നമ്മൾ ചെയ്യുകയും ചെയ്യാം. അതൊന്നും വെരിഫൈ ചെയ്യുന്നില്ല. അച്ഛൻ്റെ പേരോ അമ്മയുടെ പേരോ ഡേറ്റ് ഓഫ് ബർത്തോ അല്ലെങ്കിൽ സൈനോ ഒന്നും വെരിഫൈ ചെയ്യുന്നില്ല. ആകെ അവർ ചെയ്യുന്നത് ആ OMRൽ നിന്ന് നമ്മൾ റെസ്പോൺസ് എടുക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് കൃത്യമായിട്ടും ആൻസറുകൾ മാർക്ക് ചെയ്യുന്നതിൽ അതിൻ്റേതായ സ്മാർട്ട്നെസ് കാണിക്കുക. അത് മാത്രമേ NTA പരിശോധിക്കുകയും ചെയ്യുന്നുള്ളൂ. ആ 180 കൃത്യമായ ആൻസറുകൾ മാത്രമേ അവരെടുക്കുകയുള്ളൂ, മറ്റൊന്നും അതിൽ നിന്ന് എടുക്കുന്നില്ല. സർ, അതുപോലെ തന്നെ ഒരു എക്സാം ഹാളിൽ എങ്ങനെ വിദ്യാർത്ഥി പ്രോപ്പറായിട്ട് പെർഫോം ചെയ്യണമെന്ന് സാർ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇനി ഒരാഴ്ച വിദ്യാർത്ഥികളുടെ മുമ്പിലുണ്ട്, തീർച്ചയായിട്ടും മെയ് 5 വരെ. അപ്പോൾ ആ ഒരു സമയത്ത് ബിഹേവ് ചെയ്യേണ്ടത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അല്ലേ? അതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയുന്നത്? കാരണം നമ്മളറിയാം, നമ്മൾ ജൂൺ മുതലുള്ള തയ്യാറെടുപ്പിനകത്ത് നമ്മൾ തിയറി വളരെ നന്നായിട്ട് നമ്മൾ പഠിച്ചു. വീക്കിലി എക്സാമുകൾ നടത്തി, ഓരോ ചാപ്റ്റർ തീരുമ്പോഴും നമ്മൾ എക്സാമുകൾ നടത്തി, യൂണിറ്റ് വൈസ് നടത്തി, ഓരോ മോഡലുകൾ, ക്രിസ്മസ് മോഡലും ഓണം മോഡലും ക്രിസ്മസ് മോഡലുകളും ഒക്കെ നടത്തി നമ്മൾ ജനുവരിയിലെത്തി. പിന്നെ നമ്മൾ മാർക്കിനെ കുറിച്ചൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങി. മാർക്കുകൾ കൂടുതൽ കിട്ടുക, കൂടുതൽ സ്കോർ ചെയ്യുക, റാങ്കിങ്ങിന് കൂടുതൽ പ്രയോജനമൊക്കെ കൊടുത്തുകൊണ്ട് നമ്മൾ ജനുവരി മുതലുള്ള മോഡൽ എക്സാമുകൾ ഏതാണ്ട് 110 മോഡൽ എക്സാമുകളാണ് നമ്മുടെ സെൻട്രലിൽ വന്നിട്ട് കുട്ടികൾ എഴുതിയത്. പ്രിപ്പറേറ്ററി വേറെ മോഡലുകൾ, ബാക്കി അതർ ഗ്രൂപ്പിൻ്റെ മോഡലുകൾ വേറെ. അപ്പം ലക്ഷക്കണക്കിന് ചോദ്യങ്ങളിലൂടെ നമ്മുടെ കുട്ടികൾ കടന്നു പോയി കഴിഞ്ഞിരിക്കുന്നു. അപ്പം നമ്മുടെ ഗ്രാഫ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ അതിൻ്റെ ലൈൻസ് ഒത്തിരി അപ്പ് ആൻഡ് ഡൗൺസും ഒത്തിരി കേർവുകളും ഷാർപ്പുകളും ഒക്കെ ഉള്ളതാണ് നമ്മളുടെ ഗ്രാഫ്. ഇനി വരുന്ന ആ 5 ദിവസം അല്ലെ 6 ദിവസം അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം, ഏറ്റവും ശാന്തമായിരിക്കണം. നമ്മളുടെ ചിന്തകളും നമ്മളുടെ സംസാരവും നമ്മളുടെ മറ്റുള്ളവരുടെ പെരുമാറ്റവും നമ്മളിലോട്ടുള്ള അധ്യാപകരുടെ പെരുമാറ്റവും നമ്മളിലോട്ടുള്ള രക്ഷകർത്താക്കളുടെ പെരുമാറ്റവും ഒക്കെ ഹൃദ്യമായിരിക്കണം. എന്നിട്ട് നമുക്കിനി കൂടുതൽ പഠിക്കാനായിട്ടൊന്നുമില്ല. നമുക്ക് പഠിച്ചതിനകത്ത് നിന്ന് ഒന്ന് ഷാർപ്പ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് 2 എക്സാമുകളാണ് ഇനി ഒരു ദിവസം വരുന്നത്. ഒന്ന് പ്രിപ്പറേറ്ററി മോഡലും വരും, മോഡൽ എക്സാമും വരും. ഇനി എല്ലാ ദിവസവും പരീക്ഷകളാണ്. അതിനകത്ത് ബ്രില്യൻ്റ് പ്രിപ്പറേറ്ററി മോഡൽ ഏറ്റവും നല്ല നിലവാരത്തിലുള്ള ഏറ്റവും
അതായത് മോഡറേറ്റ് ടു ടഫ് ലെവലുള്ളതാണ് നമ്മുടെ പ്രിപ്പറേറ്ററി ലെവൽ. ഏറ്റവും ലെവൽ കൂടിയ രീതിയിലാണ് നമ്മൾ പ്രിപ്പറേറ്ററി തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം അത് എഴുതണം. അത് എഴുതുമ്പോൾ നമ്മൾ സമയത്തിനെക്കുറിച്ച് അതൊരു ബോധമാകണം. കാരണം വെറുതെ സമയം കളയാനില്ല, ഒത്തിരി സമയം എടുക്കരുത്. ഏറ്റവും പെട്ടെന്ന് പ്രിപ്പറേറ്ററി ചെയ്യുക. സെൻട്രൽ വന്നിരുന്നിട്ട് എഴുതുന്ന മോഡൽ എക്സാം ഏറ്റവും നീറ്റിൻ്റെ അതേ പാറ്റേൺ ആയിരിക്കും. അതേ സ്ട്രാറ്റജി അനുസരിച്ച് തയ്യാറാക്കിയ ഓരോ ചാപ്റ്ററുകൾക്കും കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് അനുസരിച്ച് ഓരോ കഴിഞ്ഞ ഒരു 4 വർഷത്തിൻ്റെ ഒരു സ്ട്രാറ്റജി അനുസരിച്ച് ചെയ്തിരിക്കുന്ന മോഡലുകളാണ് ബ്രില്യൻറ്റിൽ വന്നിരുന്നിട്ട് എഴുതാനുള്ള മോഡലുകൾ. അപ്പോൾ ഈ 2 മോഡലുകൾ നമ്മൾ എഴുതിയാൽ മതിയാകും. കഴിഞ്ഞ മുമ്പൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത് കൂടുതലായിട്ട് മോഡലുകൾ 5 മോഡലുകൾ 6 മോഡലുകൾ ഒരു ദിവസം എഴുതണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ ഇനി അങ്ങനെയല്ല, നമ്മൾ കുറയ്ക്കുകയാണ്. വീണ്ടും നമ്മൾ ഏറ്റവും ശാന്തമായ അന്തരീക്ഷത്തിലോട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ 2 മോഡലുകൾ മാത്രമേ നമ്മളിനി എഴുതുന്നുള്ളൂ. എന്നിട്ട് പ്രീവിയസ് ഇയർ 2020-ലെയും 2021-ലെയും 2022-ലെയും 2023-ലെയും അതിൻ്റെ പാറ്റേൺ എന്താണെന്ന് നമ്മൾ ഡെയിലി ഒന്ന് നോക്കുന്നുണ്ട്. അതൊക്കെ നോക്കുക എന്ന് മാത്രമേ ഉള്ളൂ, നമ്മളതൊന്നും ചെയ്തു നോക്കേണ്ടതില്ല. ഫിസിക്സിൻ്റെ ഫോർമുലകൾ പല ചാപ്റ്ററിൻ്റെയും കറണ്ട് ഇലക്ട്രിസിറ്റി, ഇലക്ട്രോസ്റ്റാറ്റിക്സ് പലതിൻ്റെയും ഫോർമുലകൾ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ പിന്നെയും ഒന്ന് നോക്കണം. ഫിസിക്സിൻ്റെ ഫോർമുലകൾ തന്നെ നമ്മൾ നോക്കുന്നു. അതിൻ്റെ പോയിന്റുകൾ നമ്മുടേതായിട്ട് തന്നെയുള്ള ഷോർട്ട് നോട്ടുകളുണ്ട്, അതെന്നും നോക്കണം എന്നുള്ളതാണ് ഇപ്പോഴും നമ്മൾ പറയുന്നത്. കെമിസ്ട്രി, ഇൻഓർഗാനിക്, ഓർഗാനിക് നമുക്ക് മറന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇൻഓർഗാനിക്കിൻ്റെ നമ്മുടെ ഫിംഗർ ടിപ്പുകളുണ്ട്, നമ്മുടെ ബ്രെയിൻ പോയിൻ്ററുണ്ട്, അത് നമ്മൾ മാക്സിമം നോക്കുന്നു. NCERT ബയോളജിയുടെ ചാപ്റ്ററുകളിലൂടെ എത്രത്തോളം ലീഫുകളിലൂടെ നമ്മൾ കടന്നു പോകാവോ അത് കടന്നു പോകുന്നു. അപ്പം 2 മോഡൽ എക്സാമുകൾ, ഫിസിക്സിൻ്റെ ഫോർമുലകൾ എത്രത്തോളം നമുക്ക് നമ്മുടേതായിട്ടുള്ള ഷോർട്ട് നോട്ടുകൾ നോക്കാൻ പറ്റുമോ അത് നോക്കുന്നു. കെമിസ്ട്രി നമ്മുടെ ബ്രെയിൻ പോയിൻ്ററും നമ്മുടെ ഇൻഓർഗാനിക്കിൻ്റെ ഒക്കെ മാക്സിമം ചാപ്റ്ററുകൾ നോക്കുന്നു. ബയോളജി NCERT ലെവലുകൾ നോക്കുന്നു. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനുകളുടെ എണ്ണത്തിൽ നമ്മൾ അല്പം കുറവ് വരുത്തി, പകരം നമുക്ക് ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ അതിന് പ്രാധാന്യം കൊടുക്കാൻ പോവുകയാണ്. കാരണം പഠിക്കാനല്ല, പഠിച്ചത് വീണ്ടും നമുക്ക് റീകളക്ട് ചെയ്യാനായിട്ട്. അതായത് 180 ചോദ്യങ്ങളും 180 ചാപ്റ്ററുകളിൽ നിന്നാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോന്നും അടുക്കി വെച്ചിരിക്കുന്നത് നമുക്ക് എത്രയും മൈക്രോ സെക്കൻഡിനുള്ളിൽ നമുക്ക് തിരിച്ചെടുക്കണം, റീകളക്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ, എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് നോക്കി മനസ്സിലാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അവിടെ ക്വസ്റ്റ്യനുകളിലോട്ട് ഇനി വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ല. ക്വസ്റ്റ്യനുകൾ നമ്മൾ അതിൻ്റെ സമയം ഒക്കെ നമ്മൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ കുറച്ചിട്ട് കണ്ട കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് കണ്ട് നമുക്ക് ഈ 5 ദിവസങ്ങളിൽ നമ്മളുടെ പേരൻസുമായിട്ടും നമ്മുടെ സിബ്ലിങ്സും ഒക്കെ ആയിട്ട് ചേർന്ന് ഒതുങ്ങിക്കൂടരുത്. ഒരു കാരണവശാലും നിങ്ങളുടെ ഇരുണ്ട മുറികളിലേക്കും നിങ്ങളുടെ പഠന മുറികളിലേക്കും നിങ്ങൾ മാറിപ്പോകരുത്. നിങ്ങളുടെ വീടിൻ്റെ ഏറ്റവും ഓപ്പൺ ആയിട്ടുള്ള ഏരിയകളിൽ തന്നെ നിങ്ങളുടെ ഫോർമുലകളിലൂടെയും നിങ്ങൾ ചെയ്ത ക്വസ്റ്റ്യനുകളിലൂടെയും ഒക്കെ തന്നെ കടന്നു പോവുകയാണ് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ നമ്മൾ അല്പം ശാന്തമാകണം. എങ്ങനെ ശാന്തമാകാൻ സാധിക്കും? നമുക്ക് ഈ നീറ്റ് എക്സാമിൻ്റെ നമ്മൾ പോകുന്നതും അവിടുത്തെ ആ എക്സാം ഹാളും, അപ്പോൾ ഇതൊക്കെ നമുക്ക് പരിചയമുള്ളതല്ലേ. ആ എക്സാം ഹാളും അവിടുത്തെ നമ്മൾ ചെയ്യേണ്ട പെരുമാറേണ്ട രീതികളെക്കുറിച്ചും ഒക്കെ നമുക്ക് എങ്ങനെ നമ്മൾ ബിഹേവ് ചെയ്യണം. എക്സാം സിമ്പിളാണ്, നമ്മൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്. എക്സാം ടഫായിട്ട് വന്നാൽ അതിനകത്ത് ഏതെങ്കിലും ഒരു ചോദ്യം നമുക്കൊരു അസേഷൻ റീസൺ വന്നു, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ വന്നു, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായൊരു പ്ലാൻ തയ്യാറാക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു 4 ക്വസ്റ്റ്യനെങ്കിലും കാണും, അസേഷൻ റീസണും സ്റ്റേറ്റ്മെൻറ്റ് ലെവലും കാണും. അവിടെ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യരുത്. അത് നമുക്ക് 1 മിനിറ്റ് അതിന് കൊടുക്കാൻ നമുക്ക് സമയമുള്ളൂ. ആ 1 മിനിറ്റിൽ എങ്ങനെയാണ് അസേഷൻ റീസൺ എത്തേണ്ടതെന്നുള്ളത് ഇനി വരുന്ന 5 ദിവസം നമുക്ക് വേണമെങ്കിൽ നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ലെവലിനെ എങ്ങനെയാണ് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്. പഠിക്കാനല്ല, അതിനോട്ടുള്ള സ്മാർട്ട് വർക്ക് എന്താണ്, അതിനകത്ത് ആൻസർ കിട്ടാൻ നമ്മൾ ഏത് ടെക്നിക്കാണ് ഉപയോഗിക്കേണ്ടത്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്ലസൻ്റായിട്ട്, ഏറ്റവും ശാന്തമായി എല്ലാവരുമായിട്ട് സംസാരിച്ച് ഏറ്റവും നല്ല ശാന്തതയായിട്ടുള്ള കടന്നു പോകേണ്ടതാണ് ഈ 5 ദിവസം. അപ്പം അതിൽ നമുക്ക് വളരെയധികം നമ്മൾ കൊണ്ടുപോകേണ്ട കാര്യങ്ങളെല്ലാം എടുത്തു വെക്കണം. ഒരു കാരണവശാലും ഒന്നും 4-ാം തീയതിയിലോട്ട് മാറ്റി വെക്കരുത്. കൊണ്ടുപോകേണ്ട ഫോട്ടോഗ്രാഫുകൾ, അഡ്മിറ്റ് കാർഡുകൾ, ഡ്രസ്സുകൾ, അന്ന് പോകേണ്ട കാര്യങ്ങൾ, അന്നത്തെ വാഹന സൗകര്യം എല്ലാത്തിനെക്കുറിച്ചും നമ്മൾ നല്ല പ്ലാൻഡ് ആയിരിക്കണം. അപ്പം എഴുതുന്ന 23 ലക്ഷം കുട്ടികളുടെയും ഒരേ ഏകാഗ്രതയോടുകൂടി 1 ലക്ഷത്തിന് വേണ്ടിയിട്ട് പോകുന്നത് കൊണ്ടാണ് നമ്മൾ അത്രത്തോളം ഷാർപ്പാകാനായിട്ട്. ഒരു തെറ്റുപോലും നമുക്ക് ആവർത്തിക്കപ്പെടരുത്. ഇതൊന്നും ആവർത്തിക്കപ്പെട്ടിട്ടില്ല, ഒരു തെറ്റുകളും സംഭവിച്ചിട്ടില്ല, അങ്ങനെ ഇനി സംഭവിക്കുകയുമില്ല. പക്ഷേ നാം അതിനെക്കുറിച്ച് കൃത്യമായൊരു പ്ലാനോടുകൂടി തന്നെ വേണം അതിനെ സമീപിക്കാനെന്ന് മാത്രം. സർ, അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് എക്സാം വരുവാണ്,
തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഒരു പക്ഷെ ഒരു ഗോൾ ഉണ്ടായിരുന്നിരിക്കണം, ഒരു എയിം അവർ പിൻ ചെയ്ത് വെച്ചിട്ട്. തീർച്ചയായിട്ടും 90% കുട്ടികൾക്കും മെഡിക്കൽ വിഭാഗത്തിൽ ഒരു കൃത്യമായ ഒരു ലക്ഷ്യവുമായിട്ട് തന്നെയാണ് വരുന്നത്. അതിൽ ചിലരെങ്കിലും എനിക്ക് എയിംസിൽ അഡ്മിഷൻ കിട്ടണം എന്ന് പറയുന്നവരുണ്ട്, AFMC ലക്ഷ്യം വെച്ചിട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ. തീർച്ചയായിട്ടും നമ്മളെ പരിചയപ്പെട്ടിരിക്കുന്ന ഒത്തിരി കുട്ടികൾ എയിംസ് തന്നെയാണ് അവരുടെ സ്വപ്നം. അതുപോലെ തന്നെ ചില നല്ല ഹെൽത്തിക് ആയിട്ടുള്ള നല്ല ആരോഗ്യമുള്ള കുട്ടികൾ ധാരാളം AFMCക്കും ഫോക്കസ് ചെയ്യുന്നുണ്ട്. കാരണം അവരും അവരുടെ തലമുറകളാണ് ആ മേഖലയിൽ രക്ഷപ്പെടുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഫോക്കസ് ഉള്ള കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളോട് ഇപ്പോൾ അവർക്ക് എത്ര മാർക്ക് കരസ്ഥമാക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ എത്ര സ്കോർ ചെയ്താലായിരിക്കും ഞങ്ങൾക്ക് ലക്ഷ്യത്തിൽ എത്താൻ പറ്റുക എന്നൊക്കെയുള്ളൊരു സംശയമുണ്ട്. തീർച്ചയായും നമുക്കത് അതിനെക്കുറിച്ച് എന്താ സാറിന് പറയാം? അതിനെക്കുറിച്ചുള്ളൊരു ചർച്ചയുടെ ഒരു സമയമോ നമ്മുടെ ഒരു അപഗ്രഥനത്തിൻ്റെ സമയമല്ല ഇത്. നമുക്ക് മാർക്കിനെ കുറിച്ചോ അല്ലെ കഴിഞ്ഞ വർഷം ഏതൊക്കെ മാർക്കിനാണ് ഏത് കോളേജിൽ കിട്ടിയിരിക്കുന്നതെന്നൊന്നും ദയവായിട്ട് നിങ്ങളിപ്പം നോക്കരുത്. നമ്മൾ ആർജിച്ചിരിക്കുന്ന കഴിവിനനുസരിച്ചുള്ള ഏറ്റവും നല്ല സ്കോറിലെത്തുക, അതാണ് ഇപ്പം ചെയ്യേണ്ടത്. ഇനി നമുക്ക് അതിനുള്ള സാവകാശമാണുള്ളത്. നമുക്ക് ആർജിച്ചിരിക്കുന്ന കഴിവുകളെ റീകളക്ട് ചെയ്ത് അതിനെ നമുക്ക് എത്രയും പെട്ടെന്ന് ഓർമ്മിച്ചെടുക്കാനുള്ള ഒരാഴ്ചയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് മാർക്കിനോ റാങ്കിനോ റിസർവേഷനോ നമ്മുടെ ഗോളിനോ ഒന്നും യാതൊരു പ്രസക്തിയുമില്ല. അത് നമുക്ക് എപ്പോഴാണുള്ളത്? മെയ് 5-ന് ശേഷം ഓരോ കോളേജുകളെക്കുറിച്ച്. കാരണം ഇന്ത്യയിൽ 1,10,000 MBBS സീറ്റുകളുണ്ട്, 20 എയിംസ് മെഡിക്കൽ കോളേജുകളുണ്ട്, 2 ജിപ്മർ മെഡിക്കൽ കോളേജുകളുണ്ട്, 350 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളുണ്ട്. ബാക്കിയുള്ള കേരളത്തിലെ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ, മറ്റുള്ള സംസ്ഥാനങ്ങളിലെ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ, അതുപോലെ തന്നെ ഡീംഡ് മെഡിക്കൽ കോളേജുകൾ 52 ഡീംഡ് മെഡിക്കൽ കോളേജുകളുണ്ട്, ESI മെഡിക്കൽ കോളേജുകളുണ്ട്, AFMC ഉണ്ട്, മിലിറ്ററി വിഭാഗത്തിൽ ആർമി മെഡിക്കൽ കോളേജുകളുണ്ട്. അതൊക്കെ ധാരാളം സാധ്യതകൾ നമുക്ക് മുമ്പിലുണ്ട്. ഫീസ് കൊടുക്കാതെ പഠിക്കാൻ പറ്റുന്നുണ്ട്, ഫീസ് കുറവുള്ളതുണ്ട്, ഫീസ് കൂടുതലുള്ളതുണ്ട്, ഏത് മാർക്ക് കിട്ടിയാലും കിട്ടുന്ന സീറ്റുകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമ്മൾ ഒരു വേവലാതിയും വേണ്ടതില്ല. അല്ലെങ്കിൽ മറ്റുള്ള ധാരാളം മേഖലകൾ MBBS, BDS, അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം, റിസർച്ച് മേഖലകൾ, CUET, നമ്മുടെ സാധ്യതകൾ ഈ 2024 ഏറ്റവും കൂടുതൽ സാധ്യതകൾ എനിക്ക് ഇവർക്ക് മുമ്പിൽ വിവരിക്കാനുള്ളത്. ഇനി മെഡിക്കൽ കോളേജുകളുടെ കാര്യത്തിലാണെങ്കിലോ 110ഓളം മെഡിക്കൽ കോളേജുകളാണ് പുതിയതായിട്ട് വരാൻ പോകുന്നത്. അപ്പം സീറ്റുകളെക്കുറിച്ചോ സാധ്യതകളെക്കുറിച്ചോ ദയവായിട്ട് ഈ ആഴ്ചയിൽ പരസ്പരം ചർച്ച ചെയ്യാതിരിക്കുക. നമുക്ക് ഏറ്റവും നല്ലൊരു സ്കോറിലേക്ക് നമുക്ക് എത്തിപ്പെടുകയും അവിടെ നിന്നുകൊണ്ട് നമ്മളുടെ ആഗ്രഹത്തിലോട്ട് നമുക്ക് എത്തിപ്പെടാനുള്ള കാര്യങ്ങൾ ആ സമയത്ത് നമുക്ക് ചെയ്യുകയും ചെയ്യാം. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ പഠിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങളെ എത്രയും പെട്ടെന്ന് റീകളക്ട് ചെയ്യാനുള്ള മാർഗം എന്തായിരിക്കാം? ഏറ്റവും ശാന്തമായി ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് ഓരോ ചോദ്യങ്ങളെയും നിങ്ങൾക്ക് നോക്കിക്കാണാൻ സാധിക്കണം. അതിന് നമുക്കൊരു ശാന്തതയാണ് വേണ്ടത്. അതാണ് ഈ അവസാനത്തെ ആഴ്ച. സർ, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഒരു എക്സാമിന് ശേഷം മെയ് 5-ന് ശേഷം വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള കോളേജുകളിൽ ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്തിടേണ്ടതായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം എല്ലാവർക്കും സംശയമുണ്ട്. കാരണം ഈ MBBSൻ്റെ കോളേജുകളിലൊക്കെ നമ്മളിപ്പോൾ അതൊന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ ചെയ്യേണ്ട സമയമല്ലേ? എയിംസിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യണ്ടേ? ജിപ്മറിൽ ചെയ്യണ്ടേ എന്നൊക്കെ പലർക്കും സംശയങ്ങളുണ്ട്. അതൊന്നും ഇപ്പോൾ വേണ്ട. മെയ് 5-ന് ശേഷം ഏതാണ്ട് 3 ആഴ്ചയോളം നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. എന്നാൽ 2-3 ആപ്ലിക്കേഷൻ ഉണ്ട്. ഇപ്പം ESIയുടെ ആപ്ലിക്കേഷൻ, ESI IP കോട്ട ആപ്ലിക്കേഷൻ നടക്കുന്നുണ്ട്, അതിന് അപ്ലൈ ചെയ്യണം. ഇനി മറ്റുള്ള എന്തെങ്കിലും ഇപ്പോൾ CUETയോ അല്ലെങ്കിൽ ഐസർ നടക്കുന്നുണ്ട്, നൈസർ നടക്കുന്നുണ്ട്, IIC ബാംഗ്ലൂരിൻ്റെ ആപ്ലിക്കേഷൻ നടക്കുന്നുണ്ട്, അതൊക്കെ ചെയ്യാം. നീറ്റും മെഡിക്കലും ഓൾ ഇന്ത്യ കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊന്നും ചെയ്യാനില്ല. എയിംസിലൊന്നും പ്രത്യേകിച്ച് അപ്ലൈ ചെയ്യേണ്ട, ജിപ്മറിലും അപ്ലൈ ചെയ്യേണ്ട, AFMC MBBSനും അപ്ലൈ ചെയ്യേണ്ട. എപ്പോഴാണ് ചെയ്യേണ്ടത്? ജൂൺ 14 നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം ഓൾ ഇന്ത്യ കൗൺസിലിംഗ് ആരംഭിക്കും. ജൂലൈ ആദ്യം MCC.nic.in എന്ന വെബ്സൈറ്റിൽ ഓൾ ഇന്ത്യ കൗൺസിലിംഗ് ആരംഭിക്കുമ്പോഴാണ് എയിംസിനും ജിപ്മറിനും AFMCക്കും കേരളത്തിലെ കോളേജുകളിലെ ഓൾ ഇന്ത്യ കോട്ടയ്ക്കും കേരളത്തിന് പുറത്തുള്ള ഗവൺമെൻറ് കോളേജിനും ഒക്കെ നമ്മൾ ഓപ്ഷൻ കൊടുക്കേണ്ടത്. അതിനുശേഷമാണ് കേരളത്തിലെ ഗവൺമെൻറ് മേഖലയുടെയും സ്വകാര്യ മേഖലയുടെയും കൊടുക്കേണ്ടത്. അതിനുശേഷമാണ് മെഡിക്കൽ അലൈഡ് കോഴ്സുകൾക്ക് ഓപ്ഷൻ കൊടുക്കാനുള്ളത്. അതൊക്കെ ആ സമയത്ത് നടക്കും. തമിഴ്നാടിന് അപ്ലൈ ചെയ്യാനുള്ളത് ജൂൺ മാസത്തിൽ TN മെഡിക്കലിൻ്റെ ആപ്ലിക്കേഷൻ തുടങ്ങും, തമിഴ്നാടിൻ്റെ മാനേജ്മെൻറ്റ് കോട്ടയ്ക്ക്. കർണാടകത്തിന് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതൊക്കെ ജൂൺ മാസത്തിൽ ഇനി വരികയുള്ളൂ. അതല്ലാതെ നമ്മൾ കർണാടകത്തിലെ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടോ തമിഴ്നാട്ടിലെ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടോ ഒന്നും നമ്മളിപ്പം കൊടുക്കേണ്ടതല്ല. അതെല്ലാം ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെൻ്റ് ആണ്. അതൊക്കെ ജൂലൈയിലാണ് നടക്കുന്നത്, ജൂൺ 14 റിസൾട്ട് വന്നതിന് ശേഷം. ഇപ്പോൾ അങ്ങനെയുള്ള കോളേജുകളിൽ അപ്ലൈ ചെയ്യേണ്ട ഒരവസ്ഥയും ഇപ്പോൾ ഇല്ല. സർ, അതുപോലെ ഇപ്പോൾ ESI IP കോട്ട എന്ന് പറഞ്ഞല്ലോ, അത് ശരിക്കും എന്താണ്? ESI IP കോട്ട എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആരംഭിച്ചിട്ടുണ്ട്.
ഇന്ത്യയിൽ മൊത്തം 11 ESI മെഡിക്കൽ കോളേജുകളുണ്ട്. ഇപ്പോൾ കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ്, കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ്, ചെന്നൈ മെഡിക്കൽ കോളേജ്, ബാംഗ്ലൂർ, ഗുൽബർഗ, മാണ്ടി, ബിട്ട, കൊൽക്കട്ട, ഫരീദാബാദ്, അങ്ങനെ ESI വിഭാഗത്തിന് 11 മെഡിക്കൽ കോളേജുകളുണ്ട്. ഇവിടെ 15% ഓൾ ഇന്ത്യ കോട്ട സീറ്റാണ്. അതെല്ലാവർക്കും കിട്ടും. ESI ഒന്നും ആകണമെന്നൊന്നുമില്ല. എല്ലാവർക്കും നീറ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് ഓപ്ഷൻ കൊടുത്താൽ കിട്ടും. ഒരു 610 മാർക്ക് വരെയുള്ളവർക്കൊക്കെ ഓൾ ഇന്ത്യ ലെവലിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ 11 മെഡിക്കൽ കോളേജുകൾ ഏത് സംസ്ഥാനത്തിലാണോ ഇരിക്കുന്നത് അവിടുത്തെ ആൾക്കാർക്കുള്ളതാണ് 50% സീറ്റ്. കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് കേരളത്തിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ കേരളേറ്റ് ആയിട്ടുള്ള എല്ലാവർക്കും അവിടെ 50% സീറ്റിന് കേരള എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യാം. തമിഴ്നാട്ടിൽ എലിജിബിലിറ്റി ഉള്ള തമിഴ്നാട്ടിൽ നേറ്റീവ് ആയിട്ടുള്ളവർക്കെല്ലാം ഈ കോയമ്പത്തൂരിലും ചെന്നൈയിലും മെഡിക്കൽ കോളേജിന് വേണ്ടിയിട്ട് അവിടുത്തെ സ്റ്റേറ്റ് കോട്ട വഴി കൊടുക്കുക. അതിന് ESI ആകണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ 50 അങ്ങനെ പോയി, സ്റ്റേറ്റ് കോട്ടയ്ക്ക് പോയി, 15 ഓൾ ഇന്ത്യ കോട്ടയിൽ ഇന്ത്യയിലുള്ള എല്ലാവർക്കും പോയി. ബാക്കിയുള്ള 35% സീറ്റുകൾ 466 MBBS സീറ്റുകൾക്കാണ് ESI IP കോട്ട MBBS സീറ്റ് എന്ന് പറയുന്നത്. അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ പ്രൈവറ്റ് മേഖലയിൽ ജോലിക്കാരായിരിക്കണം. ഇപ്പോൾ CBSE സ്കൂളിലെ ടീച്ചർമാർ, അല്ലെങ്കിൽ ICC സ്കൂളിലൊക്കെ ടീച്ചർമാർ, സ്കൂൾ ടീച്ചർമാർ, പ്രൈവറ്റ് മേഖലയിലെ ടീച്ചർമാർ, അൺഎയ്ഡഡ് ഒക്കെ ഇല്ലേ. അതുപോലെ നമുക്കിപ്പോൾ ബ്രില്യൻ്റിലെയൊക്കെ പോലെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ, തുണിക്കടകളിൽ ജോലി ചെയ്യുന്നവർ, അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകളിൽ ജോലി ചെയ്യുന്നവർ, പ്രൈവറ്റ് ബാങ്കിങ് മേഖലകളില്ലേ, അങ്ങനെ പ്രൈവറ്റായിട്ട് ജോലി ചെയ്യുന്നവരുടെ അവർക്ക് 21,000 രൂപയിൽ താഴെയാണ് ശമ്പളമെങ്കിൽ അവരുടെ ശമ്പളത്തിൽ ഒരു 150 രൂപ മുതൽ 300 രൂപ വരെ എല്ലാ മാസവും ESI കട്ട് ചെയ്യുന്നുണ്ട്. അതൊരു ചികിത്സാ രീതിക്ക് വേണ്ടിയിട്ടൊക്കെയാണ് കട്ട് ചെയ്യുന്നത്. അങ്ങനെ ESI ഇൻഷുവേർഡ് പേഴ്സൺ ആണെങ്കിൽ, ESI മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ സെപ്റ്റംബർ 30-നെങ്കിലും 2023 സെപ്റ്റംബർ 30-നെങ്കിലും ഈ ESI മെമ്പർ ആണെങ്കിൽ അവരുടെ മക്കൾക്കുള്ളതാണ് ഈ 466 35% സീറ്റുകൾ. 24,000 രൂപയെ വാർഷിക ഫീസ് ഉള്ളൂ. അപ്പം മറ്റൊരാൾക്ക് ചിലപ്പോൾ ഗവൺമെൻറ് ജോലി ആയിരിക്കാം. അപ്പം അച്ഛന് പ്രൈവറ്റ് ജോലിയാണ്, ESI മെമ്പറാണ്. അമ്മ ഗവൺമെൻറ് ജോലിയാണെന്ന് ഒരു കുഴപ്പമില്ല. വരുമാനം വളരെ കൂടുതലാണ്, അതും കുഴപ്പമില്ല. ഇനി മറ്റേയാൾക്ക് ജോലിയില്ല, അതിനൊന്നും കുഴപ്പമില്ല. ഒരാൾ ESI മെമ്പർ ആണെന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ മക്കൾക്ക് ഈ ESI IP സർട്ടിഫിക്കറ്റിനുള്ള യോഗ്യത ഉണ്ടാവും. ആൺകുട്ടികളാണെങ്കിൽ 21 വയസ്സ് കഴിയരുത് എന്ന് കൂടൊരു നിയമമുണ്ട്. അങ്ങനെയുള്ളവർക്കെല്ലാം നമുക്ക് ESIയുടെ വെബ്സൈറ്റിൽ esic.gov.in എന്ന വെബ്സൈറ്റിൽ അഡ്മിഷൻ എന്നുള്ള ലിങ്കിനകത്ത് നമുക്ക് മെയ് 12 വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. 2 പേരുടെയും ഫോട്ടോ, ESI ഉള്ളയാളുടെയും മകൻ്റെയും അല്ലെ മകളുടെയും ഫോട്ടോ, നീറ്റിൻ്റെ അഡ്മിറ്റ് കാർഡ്, അതുപോലെ തന്നെ അഫിഡേവിറ്റ് പെൺകുട്ടികളാണെങ്കിൽ അത്രയും മാത്രം കൊടുത്താൽ മതി. കൊടുത്തിട്ട് നമുക്ക് മെയ് 15 IP സർട്ടിഫിക്കറ്റ് കിട്ടും. അതിനുശേഷം നമ്മൾ മുമ്പ് പറഞ്ഞ ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെൻറ്റ് ജൂലൈയിൽ MCC, അതിനകത്താണ് ഈ 11 കോളേജുകൾക്ക് നമ്മൾ ഓപ്ഷൻ കൊടുക്കുകയും 24,000 രൂപ ഫീസ് അടച്ച് നമ്മൾ അഡ്മിഷൻ എടുക്കുകയൊക്കെ ചെയ്യേണ്ടത്. അപ്പം അതാണ് ESI IP എന്ന് പറയുന്നത്. അതിനുള്ള ആപ്ലിക്കേഷൻ ഇപ്പം മെയ് 12-നുള്ളിൽ ESIയുടെ വെബ്സൈറ്റ് വഴി നടക്കുന്നുണ്ട്. സർ, അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഏത് മാർക്ക് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഇത് കിട്ടിയത്? സാർ, മാർക്കിനെ കുറിച്ച് ചോദിച്ചത് നന്നായി. കാരണം നമുക്ക് ഏകദേശം കഴിഞ്ഞ തവണ ഒരു 64,000 ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു 550 മാർക്കൊക്കെ ഉള്ള കുട്ടിക്കാണ് ജനറൽ വിഭാഗത്തിൽ കിട്ടിയത്. പക്ഷേ അവിടെ റിസർവേഷൻ ഉണ്ട്. OBC ഉണ്ട്, EWS ഉണ്ട്, SC ST ഉണ്ട്. SC ST ആവുകയും അല്ലെങ്കിൽ ഇനി PWD ഒക്കെ ആണെങ്കിൽ മിനിമം മാർക്കാണെങ്കിൽ പോലും കിട്ടും. അതുകൊണ്ട് ഇന്ന മാർക്കെന്നുള്ളവർ വിചാരിക്കേണ്ട. ESI ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതിനകത്ത് ഇന്ന മാർക്കുള്ളതെന്നുള്ളത് വിചാരിക്കേണ്ട കാര്യമില്ല. ESI ഉണ്ടോ നിങ്ങൾക്ക്, ദയവായിട്ട് ESI IP കോട്ടയ്ക്ക് അപ്ലൈ ചെയ്തേക്കുക. അതിന് 1 രൂപ പോലും മുടക്കില്ല. ഈ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്നതിന് 1 രൂപ പോലും മുടക്കില്ല. അപ്പോൾ എല്ലാവരും ESI ഉള്ളവരെല്ലാവരും, നിങ്ങൾ ആരെങ്കിലും ഒരാൾ പ്രൈവറ്റ് ജോലിയാണെങ്കിൽ നിങ്ങളുടെ ശമ്പള സ്ലിപ്പിൽ ESI കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ESI IPക്കായിട്ട് കൊടുക്കുക, അപ്ലൈ ചെയ്യുക. ഓൾ ഇന്ത്യ ഓപ്ഷനിൽ നമുക്കതിൻ്റെ ഓപ്ഷനുകൾ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ശിവൻ സാറിനൊപ്പം വന്ന പ്രോഗ്രാമിൽ മെയ് 5-ാം തീയതി എക്സാം ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു വിദ്യാർത്ഥി എത്ര കരുതലോട് കൂടിയിട്ടായിരിക്കണം എക്സാമിനെ സമീപിക്കേണ്ടതെന്നും, അതുപോലെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഏകദേശം 6 ദിവസങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസവും വളരെ കൃത്യമായി വ്യക്തമായ പ്ലാനോടുകൂടി ആൻഡ് ശാന്തമായി, ശിവൻ സാർ പറഞ്ഞു, എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് പറ്റുന്ന പോലെ മാതാപിതാക്കളോടൊക്കെ ഒന്ന് സംസാരിച്ച് എല്ലാവരോടും മനസ്സിനെയൊക്കെ ഒന്ന് ശാന്തമാക്കി നല്ല കോൺഫിഡൻറ്റോട് കൂടിയിട്ട് മെയ് 5-ാം തീയതി എക്സാം ഹാളിലേക്ക് കയറാൻ ഞങ്ങളുടെ എല്ലാ വിദ്യാർത്ഥികൾക്കും സാധിക്കട്ടെ എന്ന് ഏറ്റവും ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ നിന്നും ആശംസിക്കുകയാണ് ഞാനും ശിവൻ സാറും ആൻഡ് ദ എൻറ്റയർ ബ്രില്യൻറ്റ് ടീമും.
അപ്പോൾ മെയ് 5-ാം തീയതി എക്സാം ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ സ്വപ്നം കണ്ടതുപോലെ ശിവൻ സാർ പറഞ്ഞ പോലെ ബാല്യം മുതലേ സ്വപ്നം കണ്ട് ഈ ഒരു ലക്ഷ്യത്തിലേക്ക് പ്രവേശിച്ചവരാണ് നിങ്ങൾ ഓരോരുത്തരും. അപ്പോൾ നിങ്ങളുടെ സ്വപ്നമെല്ലാം സാഫല്യമാകുന്ന ഒരു മഹനീയമായ മുഹൂർത്തത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ്. അപ്പോൾ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും പിന്നെ നമ്മുടെ അധ്യാപകരുടെ അനുഗ്രഹങ്ങളും എൻ്റെ ബ്രില്യൻറ്റ് ടീമിൻ്റെ പ്രാർത്ഥനയും എല്ലാം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ അടുത്ത ആഴ്ച നമ്മൾ കാണും. നിങ്ങൾ എക്സാമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആകുന്ന സമയത്ത് ഞാനും ശിവൻ സാറും ഒക്കെ ഇതുപോലെ നിങ്ങളോടൊപ്പം കാണും. ഞങ്ങൾ ഒരുപാട് ഹാപ്പി ആയിരിക്കും. ആ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കും. ആൻഡ് നിങ്ങളുടെ ആ ഒരു സന്തോഷം ഞങ്ങൾ കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുമുണ്ട്. അപ്പോൾ എല്ലാവിധ ആശംസകളും ഹൃദയത്തിൽ നിന്ന് ഒരിക്കൽ കൂടി നേരട്ടെ. ലോകമെമ്പാടും ഇരുന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.